കഥ തുടരുന്നു. ക്രൈംബ്രാഞ്ച് ഹെഡ് കോൺസ്റ്റബിൾ മദൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടതിന് ശേഷമാണ് ആൽബർട്ടും ഇക്ബാൽ മുതലാളിയും മറ്റും തുറയിലേക്ക് മടങ്ങിയത്. ആൽബർട്ടിൻ്റെ മനസ്സിൽ കാർലോസ് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും തികട്ടി നിൽക്കുകയായിരുന്നു. കൊലയാളി ഇപ്പോഴും തുറയിൽ തന്നെയുണ്ട് എന്ന കാര്യം. ആരായിരിക്കാം അത്? പക്ഷേ പ്രൊഫഷണൽ കില്ലർ എന്നൊക്കെ പറയുമ്പോൾ ഓർത്തപ്പോൾ തന്നെ ഒരു വിറയൽ. ഒരു പക്ഷേ താനും എന്നും അയാളെ കാണുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും. തുറയിൽ മറ്റുള്ളവരോടൊപ്പം അയാളും ഒരു പക്ഷേ കടലിൽ പോകുന്നുണ്ടാവും. വീട്ടിലെത്തിക്കഴിഞ്ഞ് ഒന്ന് മയങ്ങാനായി അയാൾ കിടക്കയിലേക്ക് ചാഞ്ഞു. മദൻ സാറിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണെന്ന് അവൻ ഓർത്തു. താൻ തിരിച്ചറിയപ്പെട്ടവെന്ന് ബോധ്യമുള്ളതുകൊണ്ടാവണം കൊലയാളി അദ്ദേഹത്തെ ഇല്ലാതാക്കിയത്. ആൽബർട്ടിൻ്റെ കണ്ണൊന്ന് അടഞ്ഞതേയുള്ളൂ. പ്രിൻസും മോസസും അടുത്തു വന്നു. അമ്മാച്ച അമ്മാച്ച, അവർ അവനെ കുലുക്കി വിളിച്ചു. അവൻ കണ്ണു തുറന്നു. ഞങ്ങളും കിടക്കുന്നു. കിടന്നോ? കുട്ടികളും കട്ടിൽ കയറി അവൻ്റെ ഇരുവശത്തുമായി കിടന്നു. അവൻ കൈകൾ വെച്ച് കൊടുത്തപ്പോൾ അവർ ആ കൈകളിലേക്ക് ശിരസ് ഉയർത്തി വെച്ച് തള്ളക്കോഴിയോട് ഒട്ടിയിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ചേർന്ന് കിടന്നു. പിന്നെ ഓരോ കാലുയർത്തി അവൻ്റെ ശരീരത്തിലേക്ക് വെച്ചു. ആ കിടപ്പിൽ തന്നെ മൂവരും ഉറങ്ങിപ്പോയി. ഇടയ്ക്ക് എന്തിനോ മുറിയിലേക്ക് വന്ന റോസമ്മ മൂവരുടെയും ആ കിടപ്പ് കണ്ട് അല്പനേരം നോക്കി നിന്നു. പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. വൈകിട്ട് ലിസിയാണ് അവരെ വിളിച്ചുണർത്തിയത്. വിശക്കുന്നു. കുട്ടികൾ അവൾക്ക് പിന്നാലെ ചെന്നു. ഇപ്പം തരാം. ലിസി തിരിഞ്ഞ് ആൽബർട്ടിനെ നോക്കി. നീയും ഇരുന്നോടാ, കപ്പ പുഴുങ്ങിയതുണ്ട്. ആ. അവൻ പുറത്തേക്കിറങ്ങി കൈയും മുഖവും കഴുകി. രാത്രി കടലിൽ പോകുന്നവർ അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടായിരുന്നു. ചട്ടുകാലം കൊച്ചുട്ടി മുടന്തി തിടുക്കത്തിൽ വടക്കോട്ട് പോകുന്നു. അവൻ അകത്ത് കയറി കുട്ടികളുടെ ഒപ്പം പലകപ്പുറത്തിരുന്നു. റോസമ്മ മൂവരുടെയും മുന്നിൽ പുഴുങ്ങിയ കപ്പയും മത്തിക്കറിയും കൊണ്ടുവന്നു വെച്ചു. പിന്നാലെ ലിസി കട്ടൻ കാപ്പിയുമായി എത്തി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആൽബർട്ടിനോട് റോസമ്മ തിരക്കി. ഇന്ന് നീ കടലിൽ പോകുന്നില്ലടാ? പോണം, പക്ഷേ മനസ്സിനൊരു സുഖമില്ല. മദൻ സാറിൻ്റെ ശവശരീരം കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാ. റോസമ്മ ദീർഘമായൊന്ന് നിശ്വസിച്ചു. ആ നേരത്തെ പുറത്ത് ഒരു ശബ്ദം കേട്ടു. അച്ചായനില്ലേ? ഉണ്ട്, കയറി വാ. വിൽഫ്രഡ് കയറി വന്നു. ആഹാ, ഒത്തിരി ദിവസമായല്ലോ. ജെയിംസ് മോൻ ഇങ്ങോട്ട് വന്നിട്ട്. എന്നും വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി. പറയുന്നതിനിടയിൽ അയാൾ ലിസിയെ ഒന്ന് നോക്കി. അവൾ തല കുനിച്ചു കളഞ്ഞു. ആൽബർട്ടിന് പക്ഷേ അയാളെ കണ്ടപ്പോൾ വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. ഗ്രേസി ആൻറ്റിയുമായി അയാൾ ബന്ധപ്പെട്ടുവെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എന്തോ ഒരു അരുതായിക. അച്ചായൻ ഇന്ന് കടലിൽ പോകുന്നില്ലേ? ഉണ്ട്, അവൻ പറഞ്ഞു. നീയും കൂടി ഇരിക്കും മോനെ, കപ്പ കഴിക്കാം. ശരി, ഒത്തിരി ദിവസമായല്ലോ ഇവിടുന്ന് വല്ലതും കഴിച്ചിട്ട്. അയാളും ഇരുന്നു. റോസമ്മ തന്നെയാണ് അയാൾക്ക് കപ്പയും മീനും വിളമ്പിയത്. കപ്പ തിന്നുന്നതിനിടെ വിൽഫ്രഡ് എല്ലാവരെയും ഒന്ന് നോക്കി. ഇവരിൽ ആരായിരിക്കണം തൻ്റെ ഇന്നത്തെ ഇര? ഭക്ഷണത്തിന് ശേഷം കുറച്ചുനേരം കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് അയാൾ പോകുകയും ചെയ്തു. ആൽബർട്ട് കടലിൽ പോകുന്ന ദിവസമായതുകൊണ്ട് ഈ രാത്രിയിൽ ഒരാളെ കൊല്ലാൻ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് അയാൾ കണക്കുകൂട്ടി. കടലോരത്ത് സൂത്രത്തിൽ ചുറ്റിപ്പറ്റി നടന്ന് ആൽബർട്ട് പോകുന്നത് അയാൾ കാണുകയും ചെയ്തു. നേരം സന്ധ്യ മയങ്ങി തുടങ്ങി. പരമുവിൻ്റെ ഷാപ്പിലെ അന്നത്തെ ചർച്ച മദൻ്റെ കൊലപാതകത്തെക്കുറിച്ചായിരുന്നു. മരിക്കുന്നതിന് കുറച്ചു മുമ്പ് അയാൾ അവറാച്ചൻ്റെ ചായക്കടയിൽ വന്ന് ആരെയോ തിരക്കിയിരുന്നു പോലും. അങ്ങനെ ഒരാൾ ഇവിടെ എന്ന് പറഞ്ഞപ്പം നടന്നു പോകുന്നത് കണ്ടെന്ന ആരാണ്ട് പറഞ്ഞത്. വേലക്കാരൻ നന്ദ്രു പറഞ്ഞു. നടന്നു പോയാൽ എന്താ, പറന്നു പോയാൽ എന്താ? ആള് ചത്തുപോയില്ലേ? പോലീസാന്ന് പറഞ്ഞാലും രക്ഷയില്ലെന്ന് ഇപ്പം മനസ്സിലായല്ലോ. പരമു കണ്ണു കൊണ്ടുവന്ന് ഡെസ്കിന് മുകളിൽ വെച്ചു. അങ്ങനെ ആ സംഭാഷണം നീണ്ടുപോയി. കോഴിക്കോട്ട് അപ്പോൾ കട്ട അഷ്റഫിൻ്റെ മുന്നിലുണ്ടായിരുന്നു ചാണ്ടിക്കുഞ്ഞും ജോൺസണും ആൻഡ്രൂസും. ഇനി ഇങ്ങനെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചിയിൽ തന്നെ ഞാൻ വേറെ ആളെ ഏർപ്പാടാക്കി തരാം. ആ കിളവൻ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കും. ഒരുപക്ഷെ അഡ്വക്കേറ്റ് ജനാർദ്ദന പൈ എവിടെയുണ്ടെന്ന് അയാൾ അറിഞ്ഞു വച്ചിരിക്കാനും സാധ്യതയുണ്ട്. പിടിച്ചുകൊണ്ട് പോന്നാലല്ലേ നമ്മൾ അറിയൂ, അഷ്റഫ് പറഞ്ഞു. ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. ആൻഡ്രൂസ് ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. നമ്മൾ അങ്ങോട്ട് ചെന്ന് ആ കിളവനെ പിടിച്ച് 4-5 പൂശുകയേ വേണ്ടത്. അപ്പോൾ അയാൾ എല്ലാ സത്യവും തുറന്നു പറയും. ജോൺസണും അതിനോട് അനുകൂലിച്ചു. പക്ഷേ ചാണ്ടിക്കുഞ്ഞ് തടഞ്ഞു. ഒരു രാത്രി കൂടി നമുക്ക് കളവിന് കൊടുക്കാം. ഇന്ന് രാത്രി ഒരു കൊലപാതകം നടത്തിയിരിക്കണമെന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിഞ്ഞിട്ട് മതി ബാക്കി തീരുമാനം. നമുക്ക് ഇപ്പോഴേ തീരുമാനിച്ചു വയ്ക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നത്തേക്ക് നീക്കി വയ്ക്കുന്നതാ ഏറ്റവും കുഴപ്പം, ആൻഡ്രൂസ് തുടർന്നു. നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ രാത്രിയിൽ സംഭവിച്ചില്ലെങ്കിൽ നാളെ എന്ത് ചെയ്യണം? അതാണ് ഇന്നേ തീരുമാനിക്കേണ്ടത്. അത് നേരാ, അഷ്റഫും അനുകൂലിച്ചു. കൂടുതൽ ചിന്തിച്ച് തല പുണ്ണാക്കേണ്ട കാര്യമില്ല ഇതിൽ. നാളെ രാവിലെ അങ്കിൾ ഫ്രെഡിയുടെ ഫോൺ നമ്മെ തേടിയെത്തിയില്ലെങ്കിൽ ക്ലോസ് ദ ചാപ്റ്റർ. നമ്മൾ പിന്നെ നേരിട്ട് കളത്തിലിറങ്ങുന്നു. ആദ്യത്തെ ഇര അങ്കിൾ ഫ്രെഡി തന്നെ. അയാൾ ജീവിച്ചിരുന്നാൽ നമ്മുടെ പദ്ധതികൾക്ക് ഇടങ്കോലിടും. അത് പാടില്ല. ആ തീരുമാനം എല്ലാവർക്കും സമ്മതമായിരുന്നു. എന്നാൽ കട്ടാഷ്റഫ് എന്ന കഴുകൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു.
വിശദാംശങ്ങളൊന്നും തനിക്കറിയില്ലെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഇവർക്ക് കിട്ടാൻ പോകുന്നുവെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഫ്രെഡിയിലൂടെയാണ് ഇവരിൽ വന്നു ചേരുന്നത്. അത് പാടില്ല. അതിൻ്റെ കരിയർ താനായിരിക്കണം. എങ്കിലേ തനിക്ക് കൂടി പ്രയോജനമുണ്ടാവൂ. അങ്ങനെ വരണമെങ്കിൽ ഫ്രെഡിയെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ തീർച്ചയായും ഇവർക്ക് തൻ്റെ സഹായം അത്യാവശ്യമാകും. ആ ഒരു ചിന്തയിൽ അയാൾ ആസ്വദിച്ച് ഒരു ചുരുട്ടിന് തീ പിടിപ്പിച്ചു. രാത്രി കനത്തു. വിൽഫ്രഡ് എന്ന കൊലയാളി ആൽബർട്ടിൻ്റെ വീടിനടുത്തെത്തി തൻ്റെ ഇരയെ വകവരുത്താൻ. ആൽബർട്ടിൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് വിൽഫ്രഡ് എന്ന പ്രൊഫഷണൽ കില്ലർ ചുറ്റും നോക്കി. പരിസരത്തെങ്ങും ഒരു മനുഷ്യജീവിയുടെ അനക്കം പോലുമില്ല. ആകെ കേൾക്കുന്ന ശബ്ദം കടലിൻ്റെ ഹുങ്കാരം മാത്രം. ഉപ്പിൻ്റെയും ഉണക്ക മത്സ്യത്തിൻ്റെയും സമ്മിശ്ര ഗന്ധം കലർന്ന ഒരു കാറ്റ് വീശി. എങ്ങനെ അകത്ത് കിടക്കും? വിൽഫ്രഡ് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീട്ടിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അമ്മച്ചി, അമ്മച്ചി. ലിസിയുടെ ശബ്ദമാണത്. വിൽഫ്രഡ് കാതോർത്തു. തൻ്റെ കാലടിയൊച്ചെങ്ങാനും കേട്ടിട്ടാണോ അവൾ അമ്മച്ചിയെ വിളിക്കുന്നത്? എന്താടി? റോസമ്മ ചോദിക്കുന്നു. എനിക്കൊന്ന് പുറത്തിറങ്ങണം. എന്നാ എണീച്ചു വാ. വിൽഫ്രഡ് വാതിലിൻ്റെ ഭാഗത്തുനിന്ന് മാറി നിന്നു. വാതിൽ തുറക്കപ്പെട്ടു. രണ്ടു നിഴലുകളായി റോസമ്മയും ലിസിയും പുറത്തേക്കിറങ്ങുന്നത് അയാൾ കണ്ടു. മുറ്റത്തിൻ്റെ ഒരു കോണിൽ നിൽക്കുന്ന തെങ്ങിൻ ചുവട്ടിലേക്ക് പോയി ലിസി മൂത്രമൊഴിക്കാനിരിക്കുന്നതും റോസമ്മ അവൾക്ക് കാവൽ നിൽക്കുന്നത് കണ്ടിട്ട് അയാൾ തിടുക്കത്തിൽ വീടിനകത്തേക്ക് കയറി. പോക്കറ്റിൽ നിന്ന് പെൻ ടോർച്ച് എടുത്ത് അതിന് മുന്നിൽ കൈയമർത്തി വച്ച് തെളിച്ച് ആ ഇത്തിരി വെളിച്ചത്തിൽ അയാൾ വീടിൻ്റെ പിൻഭാഗത്തെ വാതിൽ കണ്ടെത്തി. വിൽഫ്രഡ് വാതിലിൻ്റെ കൊളുത്ത് നീക്കിയിട്ട് പുറത്തേക്കിറങ്ങി. പുറത്തുനിന്ന് വാതിൽ ചാരി വയ്ക്കുമ്പോഴേക്കും സ്ത്രീകൾ രണ്ടും അകത്ത് കടന്ന് മുൻവശത്തെ വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടു. വിൽഫ്രഡ് അല്പം മാറി മുറ്റത്ത് കുത്തിയിരുന്നു. ആദ്യം ആരെ കൊല്ലണം? അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. 1 മണിക്കൂറോളം അയാൾ അവിടെ തന്നെ കാത്തിരുന്നു. ഇപ്പോൾ സ്ത്രീകൾ വീണ്ടും ഉറക്കം പിടിച്ചിട്ടുണ്ടാവും. അയാൾ പിൻവാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്നകത്ത് കയറി. പഴയതുപോലെ ടോർച്ച് തെളിച്ച് സൂക്ഷിച്ചു നോക്കി. ഒറ്റയ്ക്ക് കിടന്നിറങ്ങുന്ന റോസമ്മയെ അയാൾ കണ്ടു. അയാൾ പതുക്കെ അവിടേക്ക് നീങ്ങി. പെട്ടെന്ന് റോസമ്മ ഒന്ന് തിരിഞ്ഞു കിടന്നു. ചിലപ്പോൾ അവർ ഉണർന്നു പോയാലോ? വിൽഫ്രഡ് പിൻവാങ്ങി. ലിസിയും മക്കളും കിടന്നിരുന്ന ഭാഗത്തെത്തി. പ്രിൻസ് ലിസിയോട് ചേർന്ന് കിടക്കുകയായിരുന്നു. മോസസ് ആകട്ടെ പായിൽ നിന്ന് അല്പം അകന്നു മാറിയും. വിൽഫ്രഡിൻ്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. ലിസിയും കുട്ടിയും ചേർന്ന് കിടക്കുന്നതിനാൽ അവരെ തൽക്കാലം ഒഴിവാക്കുന്നതായിരിക്കും ബുദ്ധി. തനിക്ക് ഇന്ന് രാത്രിയിൽ ഒരു കൊലപാതകം നടത്തണമെന്നല്ലേയുള്ളൂ. അതിന് മോസസ് തന്നെ ധാരാളം. കൊലയാളി മോസസിനരികിൽ കുത്തിയിരുന്നു. കീശയിൽ നിന്ന് അയാൾ ഒരു കുപ്പിയെടുത്തു. പിന്നെ അത് തുറന്ന് ഒരു തുള്ളി ദ്രാവകം മോസസിൻ്റെ ചുണ്ടിലേക്ക് വീഴ്ത്തി. ഉറക്കത്തിൽ തന്നെ കുട്ടി നാവ് നീട്ടി ചുണ്ട് തുളച്ചു. ഒരു നിമിഷം ഒരു പിടച്ചിൽ. പിന്നെ മോസസ് പഴയതുപോലെ തന്നെ കിടന്നു. സംതൃപ്തമായ മനസ്സോടെ വിൽഫ്രഡ് അവിടെ നിന്ന് എഴുന്നേറ്റു. യാതൊരു തിടുക്കവും കൂട്ടാതെ പിന്നിലെ വാതിൽ തുറന്ന് അയാൾ പുറത്തു വന്ന് കതകുകൾ ചേർത്തടച്ചു. നേരം പുലർന്നു. തുറ ഉണർന്നു. ലിസി പ്രിൻസിനെ തൻ്റെ അടുത്തുനിന്ന് നീക്കിക്കിടത്തിയിട്ട് എഴുന്നേറ്റു. കുട്ടികൾ രണ്ടും നല്ല ഉറക്കത്തിലാണ്. മോസസ് എന്നും ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് അവൾ ഓർത്തു. പായയിൽ കിടന്നാലും നേരം പുലർന്നു നോക്കുമ്പോൾ ഉരുണ്ട് പിരണ്ട് തറയിൽ കിടപ്പുണ്ടാവും. റോസമ്മ മുറ്റത്തിരുന്ന പാത്രങ്ങൾ തേച്ചു കഴുകുകയായിരുന്നു. നീ ഇന്നലെ പുറകുവശത്തെ വാതിൽ അടച്ചില്ലായിരുന്നോ മോളെ? ലിസിയെ കണ്ടപ്പോൾ റോസമ്മ തിരക്കി. ലിസി ഒന്ന് ശങ്കിച്ചു നിന്നു. അടച്ചതുപോലെ ഓർക്കുന്നല്ലോ അമ്മച്ചി. ആ എങ്കിൽ അടച്ചില്ലായിരുന്നു. രാവിലെ ഞാൻ നോക്കുമ്പോൾ തുറന്നു കിടക്കുന്നു. അടച്ചതാ, പക്ഷേ കുറ്റി ശരിക്കും വീണ് കാണത്തില്ല. അല്ലെങ്കിലും ആ വാതിലിൻ്റെ കുറ്റി ശരിക്കും വീഴത്തില്ല. പിള്ളേർ എണീറ്റില്ലേ? ഇല്ല. ആ നീ ശകലം കാപ്പി തിളപ്പിക്കേ. ലിസി കാപ്പി തിളപ്പിച്ചപ്പോഴേക്കും പ്രിൻസ് എഴുന്നേറ്റ് വന്നു. മോസസ് എന്തിയെ മോനെ? ലിസി അവൻ്റെ തലമുടിയിൽ പതിയെ തലോടി. കിടക്കുക. നീ വിളിച്ചല്ലേടാ? വിളിച്ചു. ഇന്നലെ അവൻ്റെ നല്ല പനിക്കോളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പനിയായി കാണും. അമ്മയ്ക്കും പ്രിൻസിന് കാപ്പി കൊടുത്തിട്ട് തൻ്റെ ഗ്ലാസ്സിൽ നിന്ന് കാപ്പി കുടിച്ചുകൊണ്ടാണ് അവൾ മോസസിൻ്റെ അടുത്തേക്ക് ചെന്നത്. മോസസിൻ്റെ അരികിലിരുന്ന് കാപ്പി ഗ്ലാസ് തറയിൽ വെച്ച് ലിസി അവൻ്റെ ചന്തിയിൽ പതുക്കെ തട്ടി. കുട്ടാ എഴുന്നേൽക്ക്. അവൻ അനങ്ങിയില്ല. മോനെ പനി പിടിച്ചോടാ? ലിസി അവനെ കുലുക്കി വിളിച്ചു. അപ്പോഴും അവന് അനക്കമില്ല. ലിസിയുടെ നെറ്റിയിൽ ചുളിവ് വീണു. മോസസിൻ്റെ ശരീരം ഐസ് കട്ട പോലെ തണുത്തിരിക്കുന്നു. കൈക്കാലുകൾക്ക് അനക്കം പോലുമില്ല. മരവിച്ച് അതേപടിയിരിക്കുന്നു. മോനെ! അവൾ കുട്ടിയെ വലിച്ചുയർത്തി. എന്നിട്ടും കൈക്കാലുകൾ വളഞ്ഞു തന്നെ ഇരിക്കുകയാണ്. അവൻ നിവരുന്നില്ല. മാത്രമല്ല ശരീരമാകെ ഒരു നീല നിറം വ്യാപിച്ചിരിക്കുന്നത് പോലെ. കർത്താവേ, എൻ്റെ കുഞ്ഞ്! ലിസി ഒറ്റ നിലവിളിയായിരുന്നു. കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന റോസമ്മയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് നിലത്ത് വീണു. എന്നതാടി കൊച്ചേ? അവർ ചാടി എഴുന്നേറ്റ് അകത്തേക്ക് ഓടി വന്നു. പിന്നാലെ പ്രിൻസും. അമ്മച്ചി, നമ്മുടെ മോസസ്! കുഞ്ഞിനെ മടിയിൽ കിടത്തി നിലവിളിക്കുകയാണ് ലിസി. കുഞ്ഞിനെ എന്ത് പറ്റിയടി? റോസമ്മ ലിസിയുടെ മടിയിൽ നിന്ന് മോസസിനെ വലിച്ചെടുത്തു. ആ നിമിഷം റോസമ്മയും നടുങ്ങി വിറച്ചു. തൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ജഡമാണെന്ന് മനസ്സിലാക്കാൻ റോസമ്മയ്ക്ക് അധിക നേരം വേണ്ടി വന്നില്ല. കുഞ്ഞേ, മോസസേ! ഒരു നിലവിളിയോടെ റോസമ്മയും താഴേക്ക് ഊർന്നു. പ്രിൻസിന് കാര്യമെന്താണെന്ന് പിടികിട്ടിയില്ല. എങ്കിലും അരുതാത്തതെന്തോ നടന്നിരിക്കുന്നെന്ന് ആ കുഞ്ഞു മനസ്സിന് തോന്നി.
മോസസേ, എടാ മോസസേ, പ്രിൻസ് തൻ്റെ കൂടപ്പിറപ്പിനെ കുലുക്കി വിളിച്ചു. അവന് അനക്കമില്ലെന്ന് കണ്ടപ്പോൾ പ്രിൻസും നിലവിളി തുടങ്ങി. കൂട്ടം നിലവിളി കേട്ട് അടുത്ത വീടുകളിൽ ഉണ്ടായിരുന്നവരൊക്കെ ഓടിക്കൂടി. എന്താ എന്താ? അതിനുള്ള ഉത്തരം മാത്രം ആർക്കും കിട്ടിയില്ല. നിലവിളി മാത്രം. അവസാനം നെഞ്ചത്തടിച്ചുകൊണ്ട് ലിസി വിലപിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. എൻ്റെ കുഞ്ഞു പോയേ, മോസസ് പോയേ. സർവരും നടുങ്ങിപ്പോയി. എങ്ങനെ എങ്ങനെ? ആരിൽ നിന്നും മറുപടി ഉണ്ടായില്ല. കാറ്റിൻ്റെ വേഗതയിൽ ആ വാർത്ത തുറയിലാകെ പടർന്നു. കേട്ടവർ അവിടേക്ക് ഓടി വന്നു. ലേലം നിലച്ചു. കടലിൽ നിന്ന് മീനുമായി വന്ന വള്ളങ്ങൾക്ക് മീതെ വല വിരിച്ചിട്ട് ആളുകൾ ആൽബർട്ടിൻ്റെ വീട്ടിലേക്ക് ഓടി. ഏറ്റവും അവസാനമാണ് ആൽബർട്ട് കടലിൽ നിന്ന് വന്നത്. വിജനമായ കടപ്പുറം അവനെ അമ്പരപ്പിച്ചു. വള്ളം കരയിലേക്ക് തള്ളിക്കയറ്റുന്നതിനിടെ ചെട്ടുകാലൻ കൊച്ചുട്ടി മുടന്തി ഓടി വന്നു. ചതിച്ചു ആൽബർട്ട് ചായ. എന്നാ പറ്റിയടാ? അച്ചായൻ്റെ പെങ്ങടെ മോൻ മോസസ്. ആൽബർട്ട് ബാക്കിയൊന്നും കേട്ടില്ല. ഒറ്റയോട്ടമായിരുന്നു. തിങ്ങിക്കൂടി നിന്ന ആളുകളെ വകഞ്ഞു മാറ്റി അവൻ അകത്തെത്തി. അവിടെ റോസമ്മയുടെയും ലിസിയുടെയും മടിയിലായി മരിച്ചു മരവിച്ചു കിടക്കുന്നു മോസസ്. അമ്മാച്ചാ, മോസസ്. പ്രിൻസിൻ്റെ തേങ്ങൽ. ആൽബർട്ടിൻ്റെ കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞു. തല കറങ്ങി പിറകോട്ട് വീഴാൻ തുടങ്ങിയ ആൽബർട്ടിനെ 2 കൈകൾ താങ്ങി വിൽഫ്രഡ്. മോസസ് എങ്ങനെയാണ് മരിച്ചത്? അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ ആർക്കും പെട്ടെന്ന് കഴിഞ്ഞില്ല. ശരീരത്തിന് ബാധിച്ചിരുന്ന നിറവ്യത്യാസം ശ്രദ്ധിച്ച ആളുകൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പരസ്പരം പറഞ്ഞു. ആ നിറം കണ്ടില്ലേ? ചായക്കടക്കാരൻ അവറാച്ചൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് വിഷം തീണ്ടിയതോ മറ്റോ ആണെന്നാ. പക്ഷേ അതിൻ്റെ പാടുകളൊന്നും കാണുന്നില്ലല്ലോ. ഷാപ്പുകാരൻ പരമു നെറ്റിച്ചുളിച്ചു. അതിപ്പം ഒരു കൊച്ചു പാമ്പോ മറ്റോ കടിച്ചാൽ എവിടുന്ന് പാടുവരാനാ? ഉറക്കത്തിലായിരിക്കും കടിച്ചത്. ആ കുട്ടി അതറിഞ്ഞു കാണത്തില്ല. കരിത്തേല കുത്തിയാലും ഇങ്ങനെ തന്നെ സംഭവിക്കാം. ലേലക്കാരൻ അന്ത്രുവിൻ്റെ അഭിപ്രായം അതായിരുന്നു. ആ കാര്യമൊക്കെ പോട്ടെ, ഇത് പോലീസിൽ അറിയിക്കേണ്ട കാര്യമാണോ? വടക്കേ വീട്ടിലെ കുഞ്ഞമ്മയാണ് അത് പറഞ്ഞത്. അഭിപ്രായ പ്രകടനങ്ങൾ പെട്ടെന്ന് നിന്നു. ഇതുവരെ ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ആൽബർട്ടാണെങ്കിൽ മുറിയുടെ മൂലയിൽ തളർന്ന് ഇരിക്കുകയായിരുന്നു. തൊട്ടരികിൽ തന്നെ വിൽഫ്രഡുമുണ്ട്. ലിസിയും റോസമ്മയും കരഞ്ഞ് ഏറെക്കുറെ മയക്കത്തിലോ സമനില നഷ്ടപ്പെട്ടതുപോലെയോ ആയിരുന്നു. പ്രിൻസ് മാത്രം മോസസിൻ്റെ ശവശരീരത്തിനരികിൽ കുത്തിയിരിപ്പുണ്ട്. മരണമെന്നാൽ എന്താണെന്ന് തിരിച്ചറിയാനാവാത്ത ആ കുട്ടി തൻ്റെ കൂടപ്പിറപ്പിനെ ഇടയ്ക്കിടെ കുലുക്കി വിളിക്കുന്നുമുണ്ട്. ഡാ മോസസേ, എണീറ്റടാ. ഡാണ്ടേ, നമ്മുടെ വീട് നിറച്ച് മനുഷ്യരാ. ആ രംഗം കാണുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണു നിറയും, നെഞ്ചു കുലുങ്ങും. പള്ളിയിൽ വിവരമറിയിക്കാൻ ആരോ പോയിട്ടുണ്ട്. വിൽഫ്രഡാണ് അതിന് ആളെ പറഞ്ഞു വിട്ടത്. എത്രയും വേഗം ശവടക്കം ചെയ്യേണ്ടത് അയാളുടെ ആവശ്യമാണല്ലോ. തുറയുടെ തെക്കുഭാഗത്ത് 1 ഏക്കറോളം വരുന്ന സ്ഥലത്തായിരുന്നു പള്ളിയുടെ ശവപ്പറമ്പ്. വേലിക്കെട്ടി തിരിച്ചിരിക്കുകയാണ് അത്രയും ഭാഗം. പള്ളിയിലേക്ക് പോയ ആൾ മടങ്ങി വന്നു. അച്ഛൻ ഉടനെ എത്തും. വിൽഫ്രഡ് തലയാട്ടി. ആ നേരത്തെ ഇക്ബാൽ മുതലാളി ആൽബർട്ടിൻ്റെ അടുത്തേക്ക് വന്ന് തോളിൽ കൈവച്ചു. അവൻ നിറഞ്ഞ കണ്ണുകളോടെ തലയുയർത്തി. നീ പുറത്തേക്കൊന്ന് വന്നേ. അവൻ എഴുന്നേറ്റു. പിന്നാലെ വിൽഫ്രഡും വന്നു. അടുത്തെങ്ങും ആരുമില്ലാത്ത ഒരു ഭാഗത്തേക്ക് ഇക്ബാൽ മുതലാളി നീങ്ങി നിന്നു. വിൽഫ്രഡിന് എന്തോ സംശയം തോന്നി. അതുകൊണ്ട് അയാളും ആൽബർട്ടിനെ താങ്ങി പിടിക്കുന്നതായി അഭിനയിച്ച് അങ്ങോട്ട് ചെന്നു. ആൽബർട്ടെ, ഞാൻ പറയുന്നത് കേട്ടാൽ ഒരുപക്ഷെ നിനക്ക് അതിനോട് യോജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അങ്ങനെ ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എന്താ മുതലാളി? പതറിയ ശബ്ദത്തിലാണ് ആൽബർട്ട് തിരക്കിയത്. വിൽഫ്രഡിൻ്റെ മുഖത്തേക്കും കൂടി ഒന്ന് നോക്കിയിട്ട് ഇക്ബാൽ മുതലാളി അറിയിച്ചു. കുഞ്ഞ് മരിച്ചതിൽ നിന്നെപ്പോലെ തന്നെ ഈ തുറയിലെ ഓരോരുത്തരും ദുഃഖിക്കുന്നുണ്ട്. പക്ഷേ മരിച്ചത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. വെറും ഊഹങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആൽബർട്ടിൻ്റെ നെറ്റി ചുളിഞ്ഞു. നമുക്ക് പോലീസിൽ വിവരമറിയിക്കുന്നത് നല്ലതാടാ. അവർ വന്ന് നോക്കട്ടെ. പോസ്റ്റ്മോർട്ടം വേണമെങ്കിൽ അതും നടത്തണം. ആ വാക്കുകൾ കേട്ട് ഞെട്ടിത്തരിച്ചു പോയത് വിൽഫ്രഡാണ്. പക്ഷേ അപ്പോഴേക്കും ആൽബർട്ട് പറഞ്ഞു കഴിഞ്ഞു. വേണ്ട, എനിക്കിനി കുഞ്ഞിൻ്റെ അറുത്തുകേറിയ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ. ആൽബർട്ടിൻ്റെ വാക്കുകൾ വിൽഫ്രഡിന് അല്പം ആശ്വാസമായി. പോസ്റ്റ്മോർട്ടം നടന്നാൽ സംഗതി കൊലപാതകമാണെന്ന് തെളിയും. അതോടെ തൻ്റെ പദ്ധതികളെല്ലാം തകരുകയും ചെയ്യും. അത് പാടില്ല. അതുകൊണ്ട് തന്നെ അയാളും ആൽബർട്ടിൻ്റെ പക്ഷം ചേർന്നു. എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് മുതലാളി. വെറുതെ ആ കുരുന്ന് ശരീരം വെട്ടിപ്പൊളിക്കണോ? ഒരു കൊച്ചു കുഞ്ഞിനെ കൊന്നിട്ട് ആർക്ക് എന്ത് കിട്ടാനാണ്? ഈ ആൽബർട്ട് അച്ചായന് പോലും ശത്രുക്കളുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നല്ലേ ഒരു കുഞ്ഞിനെ. ഇക്ബാൽ മുതലാളി അയാളെ തറപ്പിച്ചെന്ന് നോക്കി. പിന്നെ പറഞ്ഞു. ഈ തുറയിൽ അടുത്ത കാലത്ത് പലരും മരിച്ചു വീണു. അവർക്കൊന്നും നമ്മുടെ അറിവിൽ ശത്രുക്കളില്ലായിരുന്നു. അയാളെ തീർത്തും അവഗണിച്ച് ഇക്ബാൽ മുതലാളി ആൽബർട്ടിന് നേരെ തിരിഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്ത് ശവശരീരം വികൃതമാക്കും എന്ന് വിചാരിക്കുന്നതിൽ കഴമ്പില്ല. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ ശരീരമാണത് എന്നത് ശരി തന്നെ. പക്ഷേ അതിന്ന് ജഡമാണ്. ജഡത്തിന് വേദന തോന്നില്ല. വേദന തോന്നുന്നത് നമുക്കാണ്. അങ്ങനെ നമുക്ക് തീരാ നഷ്ടവും വേദനയും ഉണ്ടാക്കിയതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും മേലിൽ ഇത്തരം വേദനകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും പോസ്റ്റ്മോർട്ടം ഇവിടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആൽബർട്ടെ, നീ എതിരൊന്നും പറയരുത്. ഞാൻ പോലീസിൽ വിവരമറിയിക്കാൻ പോവുകയാണ്. അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഇക്ബാൽ മുതലാളി നടന്നുപോയി. ഇയാൾക്കിത് എന്തിൻ്റെ സൂക്കേടാ? പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് പറഞ്ഞത് അച്ചായനല്ലേ? അത് ധിക്കരിച്ച അയാൾ
രോഷത്തോടെയുള്ള വിൽഫ്രഡിൻ്റെ സംഭാഷണം പൂർത്തിയാക്കാൻ ആൽബർട്ട് സമ്മതിച്ചില്ല. വേണ്ട എന്ന ഭാവത്തിൽ അയാൾ ഇടം കൈ ഉയർത്തി. പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ വിൽഫ്രഡ് നിർത്തി. ആൽബർട്ട് അയാളോട് പറഞ്ഞു, തനിക്കറിയില്ല ജെയിംസേ, ആ പോകുന്നത് എൻ്റെ ദൈവമാണ്. എനിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങൾക്ക് കണക്കില്ല. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ അദ്ദേഹം ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. വിൽഫ്രഡ് രോഷം ഇറക്കി. ഇക്ബാൽ മുതലാളി കണ്ണിൽ നിന്ന് മറയുന്നതിന് മുമ്പ് ആൽബർട്ട് തുടർന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലെങ്കിലും ഞാൻ മുതലാളിയെ എതിർക്കില്ല. അദ്ദേഹം അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഇനി എന്തു വേണമെന്ന ചിന്തയിലായിരുന്നു വിൽഫ്രഡ്. പോലീസ് വരുമ്പോൾ ഇവിടെ എങ്ങനെ തന്നെ കാണാനിടയായാൽ അതോടെ തീരും എല്ലാം. ആ, അതെന്തുമാട്ടെ, അച്ചായം വാ. അവൻ്റെ കൈപിടിച്ച് അയാൾ വീണ്ടും വീട്ടിലേക്ക് നടന്നു. തൻ്റെ ഓഫീസിലെത്തിയ ഇക്ബാൽ മുതലാളി ആദ്യം ലോക്കൽ പോലീസിനോട് പിന്നീട് ക്രൈംബ്രാഞ്ച് SP കാർലോസിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. ആദ്യം കടപ്പുറത്തെത്തിയത് ക്രൈംബ്രാഞ്ച് പോലീസ് ജീപ്പായിരുന്നു. കാർലോസും SI ലത്തീഫും ജീപ്പിൽ നിന്നിറങ്ങി. ആളുകൾ വഴിമാറിക്കൊടുത്തു. പോലീസ് ജീപ്പിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ആൽബർട്ടിൻ്റെ അരികിലിരുന്ന വിൽഫ്രഡ് ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് സൂത്രത്തിൽ പുറത്തിറങ്ങി വീടിൻ്റെ പിൻഭാഗത്തുകൂടി രക്ഷപ്പെട്ടു. കാർലോസും ലത്തീഫും വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ലോക്കൽ പോലീസും എത്തിച്ചേർന്നു. ASI കാർത്തികേയനും പോലീസും അടങ്ങുന്ന സംഘം. അവർ കാർലോസിന് മുന്നിൽ അറ്റൻഷനായി. ഇരു കൂട്ടരും ഒന്നിച്ചാണ് അകത്തേക്ക് കയറിയത്. മോസസിൻ്റെ ശവശരീരത്തിലേക്ക് ഒന്നേ നോക്കിയുള്ളൂ കാർലോസ്. ആൽബർട്ട് അയാളുടെ അരികിലേക്ക് ഓടിയെത്തി. കുഞ്ഞിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യണോ സാർ? വേണം. കുറച്ചതായിരുന്നു ആ ശബ്ദം. അതിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞ ആൽബർട്ട് ഞെട്ടിപ്പോയി. ആൽബർട്ടിൻ്റെ അനുവാദത്തിന് കാർലോസ് കാത്തു നിന്നില്ല. അദ്ദേഹം ഫോൺ ചെയ്ത് ആംബുലൻസ് വരുത്തി. മോസസിൻ്റെ കുരുന്നു മൃതശരീരം അതിൽ കയറ്റിക്കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന്. എല്ലാം നോക്കിക്കൊണ്ട് മുറ്റത്ത് തെങ്ങിൻ ചാരിയിരിക്കുകയായിരുന്നു ആൽബർട്ട്. മോസസ് കൊല ചെയ്യപ്പെട്ടതാണെന്നുള്ള ക്രൈംബ്രാഞ്ച് SP കാർലോസിൻ്റെ വെളിപ്പെടുത്തൽ അവനെ ഞെട്ടിക്കുകയും തളർത്തുകയും ചെയ്തിരിക്കുന്നു. ആര്, എന്തിന് ഈ പാതകം ചെയ്തു? അതും ഒന്നും അറിയാത്ത കുഞ്ഞിനെ. ഓർക്കുന്തോറും അവനും വിഷമവും കോപവും ഏറി വന്നു. ചട്ടുകാലം കൊച്ചുട്ടിയെ ആൽബർട്ട് കൈകാട്ടി വിളിച്ചു. അവൻ അടുത്തു വന്നു. എന്താ ചായ? ജെയിംസിനെ ഇങ്ങോട്ടൊന്ന് വിളിക്കേ. ആ. കൊച്ചുട്ടി വിൽഫ്രഡിനെ തേടിപ്പോയി. രാവിലെ കടലിൽ നിന്ന് കൊണ്ടുവന്ന മത്സ്യങ്ങൾ ലേലം ചെയ്യാനായി ചിലർ മടങ്ങി. കുട്ടിയുടെ ശരീരം തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്കും ഇങ്ങെത്താമല്ലോ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ചുട്ടി തിരിച്ചു വന്നു. അയാളെ അവിടെയെങ്കിലും കണ്ടില്ല ചായ. സാരമില്ല, കാണുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ പറയാം. ലോക്കൽ പോലീസ് അഡീഷണൽ ഇൻസ്പെക്ടർ കാർത്തികേയൻ റോസമ്മയോടും ലിസിയോടും ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചു. അവരിൽ നിന്ന് കിട്ടിയ മറുപടി അനുസരിച്ച് കൊലയെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയില്ല താനും. ആളുകൾ വന്നും പോയിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരികെ കിട്ടി. ആൽബർട്ടിൻ്റെയും കുടുംബത്തിൻ്റെയും സങ്കടക്കടലിനിടയിൽ മൃതദേഹം അടക്കവും ചെയ്തു. മടങ്ങിപ്പോകാൻ നേരത്തെ കാർലോസ് ആൽബർട്ടിൻ്റെ അടുത്തെത്തി. റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയൂ ആൽബർട്ടെ. അവൻ തലയാട്ടി. പോലീസ് സംഘം മടങ്ങിയതിന് ശേഷമാണ് വിൽഫ്രഡ് മരണ വീട്ടിലേക്ക് വന്നത്. ചാണ്ടിക്കുഞ്ഞ് രാവിലെ തന്നെ അങ്കിൾ ഫ്രെഡിയെ വിളിച്ചിരുന്നു. ആ കൊലയാളി വാക്കു പാലിച്ചോ? അല്ലെങ്കിൽ ഈ നിമിഷം തന്നെ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. പകരം നല്ല കഴിവുള്ളവരെ ഏർപ്പാടാക്കാം. അയാളുടെ ഉള്ളിലിരിപ്പ് ശരിക്കറിയാവുന്ന ഫ്രെഡി ഗൂഢമായ മന്ദഹാസം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് മറുപടി നൽകി. അതിൻ്റെ ആവശ്യം ഇനിയില്ല ചാണ്ടിക്കുഞ്ഞെ. അവൻ വാക്കു പാലിച്ചു. തുടർന്ന് മോസസിൻ്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആഹാ, ഒരു പേട്ടു കൊച്ചിനെ കൊന്നതാണോ അവൻ്റെ കഴിവ്? ആ കൊച്ച് ഭാവിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എന്ന് നീ മറന്നുപോയോ? ചാണ്ടിക്കുഞ്ഞിന് ആ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. ഫ്രെഡി തുടർന്നു. ഇങ്ങനെ താഴേന്ന് മേലേക്ക് കൊന്നു കയറുന്നത് തന്നെയാണ് ബുദ്ധി. ഭാവിയിലെ ശത്രുക്കളെ അമർച്ച ചെയ്ത് മേലേക്ക് വരിക. എന്നിട്ട് ഏറ്റവും പ്രബലനായ ശത്രുവിനെ ഏറ്റവും അവസാനം തീർക്കുക. അങ്ങനെ വന്നാൽ ചോരയ്ക്ക് ചോര, കുടിപ്പക എന്നൊക്കെ ഒരിക്കലും ഉണ്ടാവില്ല. ഇനിയുള്ള നമ്മുടെ തലമുറകൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ കഴിയാമല്ലോ. ആ, കാര്യം എന്തായാലും അതിത്തിരി വേഗത്തിൽ വേണമെന്ന് അവനോട് പറയാം. അങ്കിൾ ഫ്രെഡി ഫോൺ കട്ട് ചെയ്തിട്ട് അടുത്ത് നിന്നിരുന്ന തോമസിനെ നോക്കി. കാള വാല് പൊക്കുമ്പോഴേ അറിയാം അതെന്തിനാണെന്ന്. എന്നോട് അവൻ്റെ കളി. തോമസും പുഞ്ചിരിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ മോസസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് SP കാർലോസിൻ്റെ മേശപ്പുറത്തെത്തി. അയാളത് ശ്രദ്ധയോടെ വായിച്ചു. ആ മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. പൊട്ടാസ്യം സയനൈഡ് ഉള്ളിൽ ചെന്നാണ് കുട്ടി മരിച്ചത്. അപ്പോൾ തന്നെ കാർലോസിന് ഉറപ്പായി കൊലയാളി വിൽഫ്രഡ് തന്നെയെന്ന്. സാധാരണ ഒരു വീട്ടിലും സൂക്ഷിക്കപ്പെടുന്ന വസ്തുവല്ല അത്. പ്രത്യേകിച്ചും സ്വർണ്ണപ്പണിക്കാർ അല്ലാത്തവരുടെ വീട്ടിൽ. തുറയിലൊരു വീട്ടിലും അത് സൂക്ഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കൊലയാളി ഇപ്പോഴും തുറയിൽ തന്നെയുണ്ട്. അല്ലെങ്കിൽ ഈ കൊച്ചിയിൽ തന്നെ. ഇനി കണ്ടെത്താൻ അമാന്തിച്ചുകൂടാ. അയാൾ ഉടൻ തന്നെ SI ലത്തീഫിനെ വിളിച്ചു. വിൽഫ്രഡിൻ്റെ ഫോട്ടോ കിട്ടിയല്ലോ അല്ലേ? സാർ, കിട്ടി. എങ്കിൽ ഉടൻ തന്നെ അതിൻ്റെ ഫോട്ടോ കോപ്പികൾ എടുക്കണം. ഇന്ന് തന്നെ അതുമായി നമുക്ക് തുറയിലേക്ക് പോകണം. സർ,
പക്ഷേ മോസസിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നതും റിപ്പോർട്ട് കാർലോസിൻ്റെ കയ്യിൽ കിട്ടിയതുമെല്ലാം ഒരാൾ അറിഞ്ഞിരുന്നു. അങ്കിൾ ഫ്രെഡി. അയാൾ ഉടൻ തന്നെ തോമസിനെ അടുത്ത് വിളിച്ചു. ഇറച്ചിയുടെ മണം കിട്ടിയ കടുവയാണ് കാർലോസ്. സൂക്ഷിക്കണം തോമസ്. വിൽഫ്രഡിനെ തേടി കാർലോസ് തുറയിലെത്താൻ ഇടയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആളുകളിൽ ആരെങ്കിലും അവിടെ ഉണ്ടാകണം. നീ പോകണ്ട. ഒരിക്കൽ അവനെ തേടി നീ പോയതിനാൽ ആളുകൾ നിന്നെ കണ്ടാൽ തിരിച്ചറിയും. അത് വേണ്ട. പിന്നെ ആരെ വിടുമെങ്കിൽ? മട്ടഞ്ചേരിയിലെ പിള്ളേരെ ആരെങ്കിലും വിട്. അവർക്കാകുമ്പോൾ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായെന്ന് വരില്ല. ശരിയെങ്കിൽ. തോമസ് സെൽഫോൺ കയ്യിലെടുത്തു. ക്രൈംബ്രാഞ്ച് SI ലത്തീഫ് ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ടുവന്ന വിൽഫ്രഡിൻ്റെ 3 തരം ഫോട്ടോയിലേക്ക് കാർലോസ് മാറി മാറി നോക്കി. ഒന്ന് ഫ്രഞ്ച് താടി വെച്ചതും മുടി നീട്ടി വളർത്തിയതും, രണ്ടാമത്തേതിൽ പറ്റേ വെട്ടിയ മുടിയും ഒരു പോലീസ് ഓഫീസറുടേതുപോലെ തോന്നിക്കുന്ന മീശയും, അടുത്തതിൽ മൊട്ടത്തലയും ക്ലീൻ ഷേവും. ഇപ്പോൾ ആ കൊലയാളി ഏതു വേഷത്തിലും രൂപത്തിലുമാണെങ്കിലും ഈ ഫോട്ടോകൾ കണ്ടുകഴിഞ്ഞാൽ ആളുകൾക്ക് അയാളെ തിരിച്ചറിയാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് കാർലോസിന് ഉറപ്പുണ്ടായിരുന്നു. നമുക്ക് പോലീസ് വേഷത്തിൽ പോകണ്ട. കാർലോസും ലത്തീഫും വേഷം മാറി. കൈലിയും ഷർട്ടും പിന്നെ തോളത്തൊരു തുവർത്തും. തലമുടി ചിതറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആര് കണ്ടാലും അവർ ഒരു 2 തൊഴിലാളികളാണെന്ന് മാത്രമേ തോന്നുമായിരുന്നുള്ളൂ. ഔദ്യോഗിക ജീപ്പിന് പകരം ഒരു ടാക്സി കാറിലാണ് അവർ പുറപ്പെട്ടത്. റിവോൾവറിൽ തിരകളുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് അത് ഷർട്ടിനൊരു തിരുകയായിരുന്നു കാർലോസ്. ഒന്നുകിൽ ജീവനോടെ അല്ലെങ്കിൽ ശവമായിട്ടെങ്കിലും കിട്ടണം. അത് കാർലോസിൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. തുറയ്ക്കരികിൽ എത്തിയപ്പോൾ അവർ കാർ നിർത്താൻ പറഞ്ഞു. ആ നേരത്ത് ആൽബർട്ടിൻ്റെ വീട്ടിൽ അവൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു വിൽഫ്രഡ് എന്ന പ്രൊഫഷണൽ കില്ലർ. അവനെ ആശ്വസിപ്പിക്കാൻ എന്ന ഭാവത്തിലായിരുന്നു അയാൾ അവിടെ വന്നിരുന്നത്. എന്നാൽ തന്നെ വലയം ചെയ്യാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ചെറിയൊരു സൂചനയോ സംശയമോ പോലും അപ്പോൾ അയാൾക്കുണ്ടായിരുന്നില്ല. ആൽബർട്ടിൻ്റെ അരികിലിരുന്ന് വിൽഫ്രഡ് പതുക്കെ വിളിച്ചു. അച്ചായ. തലകുനിച്ച് ചിന്താധീനനായി ഭിത്തിയിൽ ചാരിയിരിക്കുകയായിരുന്നു ആൽബർട്ട്. ഒന്നും മൂളിയതല്ലാതെ മുഖമുയർത്തിയില്ല. അയാളും അവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ഭാവിച്ചു. നമുക്കാർക്കും താങ്ങാൻ കഴിയുന്നതല്ല കുഞ്ഞിൻ്റെ മരണം. അത് ആര് ചെയ്ത പാതകമാണെങ്കിലും അവന് ഗുണം പിടിക്കാൻ പോകുന്നില്ല. ക്രൈംബ്രാഞ്ച് SP കാർലോസ് സാർ കേസന്വേഷണം ഏറ്റെടുത്തിരിക്കുന്ന നിലയ്ക്ക് കുറ്റവാളിയെ കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൽബർട്ട് മുഖമുയർത്തി. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല ജെയിംസേ. കൈത്തുമ്പുയർത്തി അവൻ കണ്ണുകൾ തുടച്ചു. അതെന്താ അങ്ങനെ? ഈ തുറയിൽ ഒരു കൊലയാളി ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് അവർ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? എന്നിട്ട് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? ആ കൊലയാളി പോലീസിനേക്കാൾ മിടുക്കനായിരിക്കും. ഉള്ളിൽ തിരത്തല്ലിയ ആഹ്ലാദം അടക്കിക്കൊണ്ടാണ് അയാൾ അത് പറഞ്ഞത്. എന്നിട്ട് മനസ്സിലിങ്ങനെ കൂട്ടിച്ചേർത്തു. നിന്റെ കുടുംബത്തിലുള്ള സകലതിനെയും അങ്ങേ ലോകത്തേക്ക് അയച്ചാലും ഈ വിൽഫ്രഡിനെ കണ്ടുപിടിക്കാൻ ഒരൊറ്റ പോലീസുകാരനെ കൊണ്ട് കഴിയില്ലടാ. അതാണ് വിൽഫ്രഡ്. മാത്രമല്ല, ആൽബർട്ട് തുടർന്നു, മോസസിൻ്റെ കൊലയാളിയെ കണ്ടുപിടിച്ചുകൊണ്ട് അവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ? അതില്ല. എന്നാലും. ആൽബർട്ട് വീണ്ടും തല താഴ്ത്തി. പ്രിൻസ് അവിടേക്ക് വന്നു. വിൽഫ്രഡ് അവനെ സൂക്ഷിച്ചു നോക്കി. ഇവനെ കൂടി അങ്ങ് തീർക്കാമായിരുന്നു. അമ്മാച്ച അമ്മാച്ച. കുട്ടി അവനെ കുലുക്കി വിളിച്ചു. ആൽബർട്ട് മുഖമുയർത്തി. എനിക്ക് വിശക്കുന്നു. ആ കുഞ്ഞുമുഖത്തെ വേദനയും നിസ്സഹായതയും കാണാനുള്ള കരുത്തിലായിരുന്നു ആൽബർട്ടിന്. മോസസിൻ്റെ മരണത്തിന് ശേഷം പ്രിൻസാകെ മാറിയിരിക്കുന്നു. കളിയോ ചിരിയോ സംസാരമോ ഒന്നുമില്ല. ഒറ്റയ്ക്ക് മാറി എവിടെയെങ്കിലും ഇരിക്കും. ചിലപ്പോൾ ശബ്ദമില്ലാതെ കരയും. മിനിഞ്ഞാന്ന് ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നതാണ്. 2 ശരീരമാണെങ്കിലും ഒരു പ്രാണനായിരുന്നു അവർക്ക്. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഈ ലോകം കണ്ടവർ. അവരിൽ ഒരാളാണ് പോയിരിക്കുന്നത്. ഇന്നിപ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വന്നത് തന്നെ ഇനിയൊട്ടും സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. ഇന്നലെ മുതൽ ഈ വീട്ടിൽ തീ കത്തിച്ചിട്ടില്ല. ആൽബർട്ടും റോസമ്മയും ലിസിയും ജലപാനം പോലും നടത്തിയിട്ടില്ല. പ്രിൻസിന് അടുത്ത വീട്ടിൽ നിന്ന് ആരോ വന്ന് അല്പം എന്തോ കൊടുത്തിരുന്നു. അമ്മാച്ച വിശക്കുന്നു, കുട്ടി പിന്നെയും പറഞ്ഞു. മോൻ വാ, അങ്കിൾ എന്തേലും മേടിച്ചു തരാം. വിൽഫ്രഡ് എഴുന്നേൽക്കാൻ ഭാവിച്ചു. വേണ്ട വേണ്ട. കുട്ടി ഭയപ്പെട്ടതുപോലെ പിന്നോട്ട് മാറി. വിൽഫ്രഡിൻ്റെ നെറ്റി ചുളിഞ്ഞു. അപകടം എന്നൊരു ഉൾവിളിയുണ്ടായിട്ട് പിന്മാറിയതുപോലെയായിരുന്നു അവൻ്റെ ഭാവം. എന്തായാലും ഭാഗ്യത്തിന് മാർത്ത അങ്ങോട്ട് വന്നു. അപ്പുറത്തെ മുറിയിൽ തളർന്നു കിടക്കുന്ന റോസമ്മയെയും ലിസിയെയും ഒന്ന് നോക്കി. ആൽബർട്ട് അവളെ കണ്ടു. മാർത്തേ. അവൾ അടുത്തേക്ക് വന്നു. പ്രിൻസിനെ കൊണ്ടുപോയി കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. അവൾ കുട്ടിയുടെ കൈക്ക് പിടിച്ചു. പിന്നെ നിങ്ങൾ 3 പേർക്കുമുള്ള ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കാനാണ്. വേണ്ട മാർത്തേ, ഒട്ടും വിശപ്പില്ല. അത് കേട്ട വിൽഫ്രഡ് ഇടപെട്ടു. അങ്ങനെ പറയരുത് അച്ചായ. മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കേണ്ടത് അച്ചായനാ. ആ അച്ചായൻ തന്നെ തളർന്നു പോയാൽ? ആൽബർട്ട് അത് ശ്രദ്ധിക്കാതെ മാർത്തയോട് പറഞ്ഞു. നീ പ്രിൻസിനെ കൊണ്ടുപോ. ഇപ്പം ഞങ്ങൾക്ക് ആർക്കും ഒന്നും വേണ്ട. അവൾ നടന്നു പറയുന്നതുവരെ വിൽഫ്രഡ് നോക്കിയിരുന്നു. കുറേ നാളായി ഈ പെണ്ണ് തൻ്റെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട്. ആൽബർട്ടുമായി ഇവൾക്ക് അടുപ്പമുണ്ടെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല. ഒരു കൈ നോക്കാതെ വിൽഫ്രഡ് പോകില്ല. ലിസി മുറിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോകുന്നതും അയാൾ കണ്ടു. തൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ ഒരു ഇരയാണിത്. സാരമില്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലിസി വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു.
ഇത്തിരി കഴിഞ്ഞ് മുറിയിലേക്ക് തിരികെ വന്നപ്പോൾ ലിസി അയാളെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന് പ്രത്യേകിച്ചൊരർത്ഥം തിരിച്ചറിയാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ തുറയ്ക്കടുത്ത് വന്നിറങ്ങിയ ക്രൈംബ്രാഞ്ച് SP കാർലോസും SI ലത്തീഫും അവറാച്ചൻ്റെ ചായക്കടയിലേക്ക് വരികയായിരുന്നു. ഇരുവരും അകത്തേക്ക് കടക്കും മുമ്പ് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. രാത്രി കടലിൽ പോയി വന്നവരിൽ ചിലർ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അവരും ഒരു ബെഞ്ചിലിരുന്നു. 2 ചായ, ലത്തീഫ് പറഞ്ഞു. ചായ കഴിച്ചുകൊണ്ടിരുന്നവർ തലയുയർത്തി അപരിചിതരെ നോക്കി. ആ വേഷത്തിൽ ഇരുവരെയും ആരും തിരിച്ചറിഞ്ഞില്ല. കഴിക്കാൻ വല്ലതും വേണോ? ചായ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അവറാച്ചൻ തിരക്കി. എന്തുണ്ട് ചേട്ടാ? ശബ്ദം അല്പം മാറ്റി കാർലോസ് ചോദിച്ചു. പുട്ടും കടലയുമുണ്ട്. പപ്പടമുണ്ടോ? ഉണ്ട്. എന്നാൽ കൊണ്ടുവാ. മിനിറ്റുകൾക്കുള്ളിൽ ആവി പറക്കുന്ന പുട്ടും കടലയും പപ്പടവും മുന്നിലെത്തി. ലത്തീഫിനെ നോക്കി ഒന്ന് കണ്ണടച്ചിട്ട് കാർലോസ് പുട്ടിനു മീതെ കടലക്കറിയും ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി. ഒരു നിമിഷം അത് നോക്കി ഇരുന്നിട്ടാണ് ലത്തീഫ് കഴിക്കാൻ തുടങ്ങിയത്. കാര്യമെന്തായാലും അവറാച്ചൻ്റെ പുട്ടിന് കടലക്കറിക്കും ഒരു പ്രത്യേക സ്വാദുണ്ടായിരുന്നു. പട്ടണത്തിലെ സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിന് പോലും കിട്ടാത്ത രുചി. അവർ കഴിക്കുന്നത് നോക്കി അവറാച്ചൻ അല്പനേരം നിന്നു. അത് മനസ്സിലാക്കി കാർലോസ് ഇടയ്ക്ക് ചിരിച്ചു. അതോടെ അവറാച്ചന് സംസാരിക്കാനുള്ള തുമ്പ് കിട്ടി. നേരത്തെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ? ഇല്ല, ഞങ്ങളിവിടെ ആദ്യമാണ്. എവിടുന്ന് വരുന്നു? കുറേ തെക്കാ, തിരുവല്ലയിൽ നിന്ന്. അവിടെ എങ്ങാണ്ടല്ലേ ഈയിടെ ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ചെന്നോ മറ്റോ ഒരു സംഭവം ഉണ്ടായത്? ആ, അത് ഈ കൊച്ചിയിലും നടക്കുന്നുണ്ടല്ലോ, ലത്തീഫാണ് ചോദിച്ചത്. അതോടെ അവറാച്ചൻ ഒന്ന് വിളറി, എങ്കിലും പിൻവാങ്ങിയില്ല. ഈ തുറയിലെന്താ പ്രത്യേകിച്ച്? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ജോലിയൊന്നുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. എന്തേലും പണി കിട്ടിയാൽ ചെയ്യും. അവറാച്ചൻ്റെ മുഖം ഒന്ന് മ്ലാനമായി. കാപ്പി കുടിച്ചതിൻ്റെ കാശ് കടം പറയുമോ കർത്താവേ? അയാളുടെ മനസ്സിൽ എന്താണെന്ന് കാർലോസ് തിരിച്ചറിഞ്ഞു. ചേട്ടൻ വിഷമിക്കേണ്ട കേട്ടോ, ഇതിൻ്റെ പണം തരാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവറാച്ചന് സന്തോഷമായി. ഓരോ കുറ്റി പുട്ടുകൂടെ എടുക്കട്ടെ? വേണ്ട, എടുത്താൽ അതിന് കടം പറയാതെ നിവൃത്തിയില്ല. അതോടെ ആ ശ്രമം അവറാച്ചൻ ഉപേക്ഷിച്ചു. മറ്റു ചിലർ കൂടി ചായ കുടിക്കാൻ അങ്ങോട്ട് വന്നു. അവറാച്ചൻ്റെ ശ്രദ്ധ തങ്ങളിൽ നിന്ന് മാറിയതും കാർലോസ് വിൽഫ്രഡിൻ്റെ ഫോട്ടോയുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളിലൊന്ന് മേശയ്ക്കടിയിലിട്ടു. കാർലോസ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി കൈ കഴുകി വന്നപ്പോഴേക്കും ഒരാൾ അതെടുത്ത് നിവർത്തി നോക്കുന്നത് കണ്ടു. അവരിരുവരും അത് ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ നിന്നു. ഇതെങ്ങനെയാ ഇവിടെ വന്നത്? ആരോ ചോദിക്കുന്നു. അല്ല, ഇത് നമ്മുടെ ജെയിംസിൻ്റെ ഫോട്ടോയല്ലേ? എവിടെ നോക്കട്ടെ? മറ്റൊരാൾ അത് വാങ്ങി നോക്കി. കാർലോസിൻ്റെ ഉള്ള ഒന്ന് പിടഞ്ഞുണർന്നു. അയാൾ ലത്തീഫിന് നേരെ നോക്കി. അതെ, ജെയിംസ് തന്നെ, അടുത്തയാളും പറഞ്ഞു. കാർലോസും ലത്തീഫും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. നിങ്ങളാണോ ഇതിവിടെ ഇട്ടത്? അല്ലല്ലോ, ഇത് ആരുടെ ഫോട്ടോയാ? ചോദിച്ചയാളുടെ കയ്യിൽ നിന്ന് കാർലോസ് അത് വാങ്ങി നോക്കുന്നതായി ഭാവിച്ചു. ഇവിടെ അടുത്തുള്ള ആൾ തന്നെയാണോ ഇത്? പിന്നല്ലേ, ഇക്ബാൽ മുതലാളിയുടെ ഓഫീസിന് പിന്നിലെ താമസം. ഇത്തിരി മുമ്പ് ജെയിംസ് ആൽബർട്ട് അച്ചായൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടു. കടയിലേക്ക് വന്നവരിൽ ഒരാൾ പറഞ്ഞു. കാർലോസിൻ്റെ കണ്ണുകൾ തിളങ്ങി. എത്രയും വേഗം ആൽബർട്ടിൻ്റെ വീട്ടിലെത്തണം. കൊലയാളി അവിടെയുണ്ട്, കയ്യെത്തുന്ന അകലത്തിൽ. ചായ കുടിച്ചതിൻ്റെ പണം നൽകി അവർ പുറത്തിറങ്ങി. അല്ല, നിങ്ങൾക്ക് എന്ത് ജോലി അറിയാം? പിന്നിൽ നിന്ന് അവർ അച്ഛൻ വിളിച്ചു വെച്ചു. അതൊക്കെ തിരിച്ചു വരുമ്പോൾ പറയാം ചേട്ടാ. അവർ കാലുകൾ നീട്ടി വെച്ച് നടന്നു. ലത്തീഫേ, കാർലോസ് വിളിച്ചു. സാർ. കൊലയാളി ഇവിടെയുള്ളവർക്കെല്ലാം സുപരിചിതനാണ്. പക്ഷേ അയാളുടെ യഥാർത്ഥ ജോലി എന്തെന്ന് മാത്രം ഇവിടെ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അയാൾ കണ്ടുപിടിക്കപ്പെടാൻ താമസിച്ചു പോയത്. അതെ സാർ. അകലെ ആൽബർട്ടിൻ്റെ വീടും കണ്ടപ്പോൾ അവരുടെ കാലുകൾക്ക് വേഗമേറി. അപ്പോൾ ആൽബർട്ടിനോട് യാത്ര പറഞ്ഞ് എഴുന്നേൽക്കുകയായിരുന്നു വിൽഫ്രഡ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. പിന്നെ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണോ? വേണ്ട എന്ന് ആൽബർട്ട് പറയുന്നതിന് മുമ്പ് ഒരു ഉത്തരം വാതിൽക്കൽ മുഴങ്ങി. വേണം. ഒരു കൈവിലങ്ങ്. വിൽഫ്രഡ് നടുങ്ങി. പെട്ടെന്നുണ്ടായ പതർച്ച വളരെ വേഗം വിൽഫ്രഡിൽ നിന്ന് മാഞ്ഞു. ഇത്തരം എത്രയോ രംഗങ്ങളെ അതിജീവിച്ചിട്ടുള്ളവനാണ് ആ വാടക കൊലയാളി. ഒറ്റ നിമിഷത്തിൽ തന്നെ തനിക്ക് മുന്നിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്നവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആൽബർട്ട് മാത്രം ഒന്നും മനസ്സിലാകാതെ അമ്പരപ്പോടെ ചാടി എഴുന്നേറ്റു. എന്താണിത്? നിങ്ങളാരാണ്? അവൻ എന്തെങ്കിലും അവിവേകത്തിന് മുതിർന്നാൽ വിൽഫ്രഡ് തങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുമെന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് SP കാർലോസിന് തെല്ലും സംശയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ തലയിൽ കെട്ടിയിരുന്ന തുവർത്ത് വേഗം വലിച്ചു മാറ്റി. ആൽബർട്ടിൻ്റെ മുഖത്തേക്ക് അടുത്ത നടുക്കം പടർന്നു. കാർലോസ് സാർ? അതെ. വിൽഫ്രഡിൽ നിന്ന് നോട്ടം മാറ്റാതെ അയാൾ പുഞ്ചിരിച്ചു. എന്താ സാറേ ഇതൊക്കെ? പറയാം. അതിരിക്കട്ടെ, ഈ നിൽക്കുന്നവനെ നിനക്ക് എത്ര കാലമായി അറിയാം? കുറേ നാളായി ജെയിംസ് ഇവിടെയൊക്കെ തന്നെയുണ്ട്. ജെയിംസോ? അതെ. സംസാരം കേട്ട് അകത്തുനിന്ന് റോസമ്മയും ലിസിയും പ്രിൻസും കൂടി വാതിൽക്കലേക്ക് എത്തി നോക്കി. ആ രംഗം അവരെയും ഞെട്ടിച്ചു. കാർലോസ് തുടർന്ന് ചോദിച്ചു. ഇവനെന്തിനാ ഇവിടെ വന്നത്? ആരൊരുമില്ലാത്തവനെ സാറേ. കൊല്ലാൻ വേണ്ടി ആരോ കടലിലെറിഞ്ഞതാ. വന്നടിഞ്ഞത് ഭാഗ്യത്തിന് ഈ തുറയിലും. അത് കേട്ട് കാർലോസ് ഉച്ചത്തിൽ ചിരിച്ചു. നിനക്ക് തെറ്റി ആൽബട്ടെ. ആരും കടലിലെറിഞ്ഞതല്ല ഇവനെ. നിങ്ങൾക്ക് മുന്നിൽ ഇവനൊരു നാടകം കളിച്ചതാ. എന്തിന്? അത്ഭുതത്തോടെ അവൻ വിൽഫ്രഡിനെ നോക്കി.
അയാൾ വിയർക്കാൻ തുടങ്ങിയിരുന്നു. ഉത്തരം പറയുന്നതിന് പകരം കാർലോസ് മറ്റൊരു ചോദ്യം തൊടുത്തു. ഇവൻ വന്നതോട് തൊട്ടല്ലേ തുറയിൽ കൊലപാതകങ്ങൾ തുടങ്ങിയത്? ആൽബർട്ട് ഒന്ന് പതറി. കാർലോസ് സാർ പറഞ്ഞു തരുന്നത് എന്താണ്? കർത്താവേ, ജെയിംസാണ് എല്ലാത്തിനും പിന്നിലെന്നാണോ? അപ്പോൾ തിരമാലകളുടെ ഹുങ്കാരത്തിനിടയിൽ നിന്നെന്ന പോലെ കാർലോസിന്റെ ശബ്ദം വീണ്ടും കേട്ടു. ആൽബർട്ടെ, ഇവൻ ജെയിംസ് അല്ല, കുപ്രസിദ്ധ കില്ലർ വിൽഫ്രഡാണ് ഇവൻ. ഈ തുറയിൽ നടന്ന മരണങ്ങൾക്കെല്ലാം ഉത്തരവാദി. നിന്റെ അനന്തരവൻ ആ കുട്ടിയെ വരെ കൊന്നത് ഇവനാണ്. നിൽക്കുന്ന ഭൂമി വീണ്ടും കീറി താൻ അതിലേക്ക് താഴ്ന്നു പോകുന്ന അനുഭവമായിരുന്നു ആൽബർട്ടിന്. റോസമ്മയുടെയും ലിസിയമ്മയുടെയും അനുഭവവും വ്യത്യസ്തമായിരുന്നില്ല. എടാ ചെകുത്താനെ, എൻ്റെ കുഞ്ഞിനെ നീ! ചീറിക്കൊണ്ട് ലിസി മുന്നോട്ട് കുതിച്ചു. അരുത്! കാർലോസ് അത് പറയുമ്പോഴേക്കും അവൾ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് കുലുക്കുകയും നെഞ്ചിൽ ആഞ്ഞ് ഇടിക്കുകയും ചെയ്തു. വിൽഫ്രഡിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു അവസരമായിരുന്നു. ഞൊടിയിടയിൽ അയാൾ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിക്കുകയും റിവോൾവർ വലിച്ചെടുത്ത് അവളുടെ നെഞ്ചിൽ കുത്തി അമർത്തുകയും ചെയ്തു. അമ്മച്ചി! പ്രിൻസ് നിലവിളിച്ചു. വിടറ അവളെ! ആൽബർട്ട് മുന്നോട്ട് കുതിച്ചു. പക്ഷേ വിൽഫ്രഡ് ക്രൂരമായി ചിരിച്ചു. ഒറ്റയാൾ പോലും അനങ്ങരുത്. അനങ്ങിയാൽ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇവർ പിടഞ്ഞു വീഴും. ഒരു ചില്ലുഭിത്തിയിലിടിച്ച് പിന്നോക്കം മാറുന്നത് പോലെ നിന്നുപോയി ആൽബർട്ട്. കാർലോസും എസ് ഐ ലത്തീഫും കണ്ണിൽ നോക്കി. റോസമ്മയുടെ കണ്ടത്തിൽ ഒരു നിലവിളി കുരുങ്ങി നിന്നു. വിൽഫ്രഡ്, നിന്റെ ഈ മൂന്നാം കിട നമ്പറൊന്നും ഇവിടെ വിലപ്പോകില്ല. രക്ഷപ്പെടാമെന്ന് നീ കരുതുകയും വേണ്ട. കാർലോസ് ഇരു കൈകളിലുമായി റിവോൾവർ മുന്നോട്ട് നീട്ടിപ്പിടിച്ചു. താൻ പോടാ പോലീസ് പട്ടി! വിൽഫ്രഡിനെ തളയ്ക്കാൻ നീയല്ല, പോലീസിൻ്റെ ഒരു പടത്തന്നെ വന്നാലും കഴിയില്ല. നിനക്ക് ശരിക്കും അറിയില്ല എന്നെ. സാറേ, ഇവനെന്നെ കൊന്നോട്ടെ, എന്നാലും എൻ്റെ കുഞ്ഞിനെ കൊന്നവനെ വിടല്ലേ! അയാളുടെ പിടിയിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുന്നതിനിടയിൽ ലിസി വിളിച്ചു പറഞ്ഞു. കാർലോസും ലത്തീഫും പതുക്കെ അകത്തേക്ക് കയറി. ഇനി ഒരടികൾ കൂടി മുന്നോട്ട് വച്ചാൽ ഇവളുടെ ശവം വീഴും. വിൽഫ്രഡിൻ്റെ ശബ്ദം അന്ത്യവാചകം പോലെയായിരുന്നു. ഞൊടി നേരത്തിനുള്ളിൽ ആൽബർട്ട് പ്രവർത്തിച്ചു. അവൻ്റെ ഉരുക്കുമുഷ്ടി വിൽഫ്രഡിൻ്റെ വലത് കവളിൽ ആഞ്ഞു വീണു. നിറയൊഴിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് റിവോൾവർ പിടിച്ചിരുന്ന അയാളുടെ കൈ പിടിച്ച് തിരിക്കുകയും ചെയ്തു. വിൽഫ്രഡിൻ്റെ കൈ ട്രിഗറിൽ അമർന്നു. തുറയെ നടുക്കിക്കൊണ്ട് ഒരു വെടി പൊട്ടി. ഭിത്തിയിൽ ഉറപ്പിച്ചിരുന്ന യേശുദേവൻ്റെ ഫോട്ടോയുടെ ചില്ല് തകർന്നു വീണു. ലിസി പ്രാണരക്ഷാർത്ഥം പിടഞ്ഞു മാറി. ആ അവസരം കാർലോസ് ശരിക്കും മുതലാക്കി. വിൽഫ്രഡിനെ രണ്ടാമതൊന്ന് നിറയൊഴിക്കാൻ നേരം കിട്ടും മുമ്പ് അയാൾ ചാടി വീണു. റിവോൾവർ പിടിച്ചിരുന്ന കൈക്ക് ശക്തമായ ഒരു താടനമേൽപ്പിച്ചപ്പോൾ വിൽഫ്രഡിൻ്റെ വിരലുകൾക്കിടയിൽ നിന്ന് റിവോൾവർ വഴുതി വീണു. ഞൊടിയിടയിൽ ലത്തീഫ് അയാളുടെ കൈകൾ പിന്നോട്ട് പിടിച്ച് തിരിക്കുകയും വിലങ്ങിടുവിക്കുകയും ചെയ്തു. കാർലോസ് കുനിഞ്ഞ് വിൽഫ്രഡിൻ്റെ റിവോൾവർ കർച്ചീഫിൽ പൊതിഞ്ഞെടുത്ത് പോക്കറ്റിലിട്ടു. പിന്നെ കൈവീശി ഒറ്റയടി. വിൽഫ്രഡിൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ചകൾ പറന്നു. എസ് പിയുടെ മടക്കിയ കാൽമുട്ട അയാളുടെ അടിവയറ്റിൽ ഇടിച്ചു കയറി. അമർത്തിയ ഒരു നിലവിളിയോടെ അയാൾ കുനിഞ്ഞുപോയി. തൻ്റെ അനന്തരവനെ കൊന്നവൻ, സുഹൃത്തിനെയും മറ്റു പലരെയും കൊന്നവൻ. ആൽബർട്ടിന് കോപം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവരും ചാടി വീണ് വിൽഫ്രഡിനെ അടിച്ചു മലർത്തി. പക്ഷേ കാർലോസ് തടഞ്ഞു. ആൽബർട്ട്, നോ! പോലീസ് കസ്റ്റഡിയിലായ പ്രതിയെ നിങ്ങൾക്ക് ഒന്ന് തൊടാൻ പോലും അവകാശമില്ല. ഇല്ല സാർ, ഈ പട്ടി ഇനി ജീവിച്ചിരിക്കേണ്ട. ഞാനിവനെ കൊല്ലും. അവൻ വീണ്ടും അടിക്കാനാഞ്ഞു. പക്ഷേ കാർലോസ് റിവോൾവർ ചൂണ്ടി. ആൽബർട്ടെ, നിന്നെയും വിലങ്ങ് വെച്ച് കൊണ്ടുപോകാൻ എന്നെ പ്രേരിപ്പിക്കരുത്. അതോടെ ആൽബർട്ട് ഒന്നയഞ്ഞു. ലിസിയും റോസമ്മയും വിൽഫ്രഡിനെ ശപിച്ചുകൊണ്ട് പ്രിൻസിനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. വെടിവെച്ച് കേട്ട് തുറയുടെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഓടിയെടുക്കാൻ തുടങ്ങിയിരുന്നു. കാർലോസ് വിൽഫ്രഡിനെ പുറത്തേക്ക് വലിച്ചു വെച്ചു. മുന്നിലെ രംഗം കണ്ട് കൂടിയവരിൽ നിന്ന് ആശ്ചര്യം നിറഞ്ഞ പിറുപ്പിറുക്കലുകൾ ഉയർന്നു. കാർലോസ് അവരെ നോക്കി. സംശയിക്കേണ്ട, ഇവനാണ് ഈ തുറയിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ചട്ടുകാലൻ കൊച്ചുട്ടി ആളുകൾക്കിടയിലൂടെ തിക്കിത്തിരക്കി മുന്നിലെത്തി. കൊല്ലണം സാറേ ഈ പട്ടിയെ! ഇങ്ങോട്ട് വിട്ടതാ, ഞങ്ങൾ തന്നെ ചെയ്തോളാം. വേണ്ട, നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല, കാർലോസ് തീർത്തു പറഞ്ഞു. എങ്കിൽ എന്തിനാ ഇവൻ ഇതൊക്കെ ചെയ്തതെന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ചൊന്ന് പറയിക്ക് സാറേ. ആ അഭിപ്രായം ന്യായമാണെന്ന് കാർലോസിനും തോന്നി. ഒരു തുറയിലെ മുഴുവൻ വികാരമാണ് കൊച്ചുട്ടിയുടെ വാക്കുകളിൽ പ്രതിഫലിച്ചു നിൽക്കുന്നത്. ആളുകൾ പിന്നെയും വന്നുകൊണ്ടിരുന്നു. അവർ എതിർത്താൽ തനിക്ക് ഇവനെയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ തന്നെ കഴിഞ്ഞില്ലെന്ന് വരും. കാർലോസ് വിൽഫ്രഡിനെ നോക്കി. പറയടാ, നീ എന്തിനാണ് ഇവിടെ കൊലപാതക പരമ്പര തന്നെ നടത്തിയത്? പുച്ഛഭാവത്തിലുള്ള ഒരു ചിരിയായിരുന്നു വിൽഫ്രഡിൻ്റെ മറുപടി. കാർലോസ് ആ ചിരി അവഗണിച്ചുകൊണ്ട് അക്ഷോഭനായി വീണ്ടും തിരക്കി. ഒരു കൂലിക്കൊലയാളിയായ നീ സ്വമേധയാ ചെയ്തതല്ല ഇതെന്ന് എനിക്കറിയാം. നിന്നെ കൊണ്ട് ആരോ ചെയ്യിച്ചതാണ്. അതാരാണ്? എന്തിനു വേണ്ടിയാണ്? തന്നോടല്ല ആ ചോദ്യമെന്ന ഭാവമായിരുന്നു വിൽഫ്രഡിന്. കാർലോസിന് ദേഷ്യം ഇരച്ചു കയറി. അയാൾ കൈച്ചുരുട്ടി പിന്നോട്ടാഞ്ഞു ഒറ്റയിടി. ഹാ! വിൽഫ്രഡ് പൂഴിമണ്ണിൽ മലർന്നു വീണു. കാർലോസ് അയാളെ പിടിച്ചുയർത്തി. അയാളുടെ തുറന്ന വായിലൂടെ ചോരയൊഴുകി. ഥൂ! അയാൾ നീട്ടി തുപ്പിയപ്പോൾ മുൻനിരയിലെ 2 പല്ലുകൾ കൂടി അടർന്നു വീണു. ഞാൻ തുടങ്ങിയതേയുള്ളൂ. ഈ കടപ്പുറത്തിട്ട് നിന്റെ ഓരോ പല്ലും ഞാൻ തല്ലിക്കൊഴിക്കും, ഓരോ എല്ലും തല്ലി ഒടിക്കും.
ഷൂട്ട് അറ്റ് സൈറ്റ് ഉത്തരവ് തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന കൊലയാളിയായി നിന്നെ കൊന്നാൽ ഒരു പട്ടി പോലും ചോദിക്കില്ല. കാർലോസ് വിൽഫ്രഡിൻ്റെ മുഖം പിടിച്ചുയർത്തി. ഏതു നിമിഷവും വീണ്ടും ഇടിക്കാൻ അദ്ദേഹം തയ്യാറായി നിന്നു. കൊലയാളിയെ പിടികൂടിയ വാർത്ത കാജ്ഞകൾ വേഗം തുറയാകെ പടർന്നു. അറിഞ്ഞവരെല്ലാം ഓടിയെത്തി. തൻ്റെ കടയിൽ വന്നിരുന്ന് ചായ കഴിച്ചത് കാർലോസും സംഘവുമാണെന്ന് അപ്പോൾ മാത്രമേ അവർ അച്ഛന് മനസ്സിലായുള്ളൂ. അവരുടെ വേഷമാറ്റം അവർ അച്ഛനെ അത്ഭുതപ്പെടുത്തി. കാർലോസിൻ്റെ ഇടിവെട്ടുന്നത് പോലെയുള്ള ശബ്ദം വീണ്ടും ഉയർന്നു. എത്ര ചങ്ങലക്കിട്ട് പൂട്ടിയാലും നിന്റെ നാവിൻ തുമ്പിൽ കുരുങ്ങിക്കിടക്കുന്ന രഹസ്യങ്ങൾ ഞാൻ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞോ വിൽഫ്രഡ്, ആർക്കു വേണ്ടിയാണ് നീ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്? ജനക്കൂട്ടം നിശബ്ദരായി കാതു കൂർപ്പിച്ചു. പക്ഷേ വിൽഫ്രഡിൻ്റെ ചുണ്ടുകൾ അനങ്ങിയില്ല. പല്ലുകൾ അടർന്നു വീണതോ ഇടിയേറ്റ് മുഖം ചതഞ്ഞതോ ഒന്നും അയാൾക്ക് പ്രശ്നമേയല്ലെന്ന് വ്യക്തം. ഒരിക്കൽ കൂടി കാർലോസിൻ്റെ ഉരുക്കുമുഷ്ടി ശക്തിയോടെ ഉയർന്നു. അടക്കിയ ഒരു നിലവിളിയോടെ വിൽഫ്രഡ് മറിഞ്ഞു വീണു. കാർലോസിൻ്റെ കാൽ അയാളുടെ നെഞ്ചിൽ ആഞ്ഞമർന്നു. ആളുകൾ അല്പം അകലത്തിൽ അവർക്ക് ചുറ്റും വലയം തീർത്ത് തിക്കിത്തിരക്കി നിൽക്കുകയാണ്. ഇങ്ങോട്ട് വിട്ടുത സാറേ, അവരെ കൊണ്ട് ഞങ്ങൾ പറയിക്കാം സത്യം, കൂടി നിന്നവരിൽ ചിലർ വിളിച്ചു പറഞ്ഞു. കാർലോസിൻ്റെ ചുണ്ടിൽ ശരിയൂറി. വേണ്ട എന്നർത്ഥത്തിൽ അയാൾ തലയാട്ടി. എങ്ങനെയെങ്കിലും ഇവർക്കിടയിൽ നിന്ന് അവനെ കൊണ്ടുപോകണമെന്ന ചിന്ത SP-യുടെ മനസ്സിൽ ശക്തമായി. വിൽഫ്രഡിനെ പോലുള്ള ഒരു പ്രൊഫഷണൽ കില്ലറുടെ വായിൽ നിന്ന് അത്ര വേഗമൊന്നും സത്യം പുറത്തു വരില്ല. അക്കാര്യം ഈ നിൽക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് അറിയില്ലല്ലോ. മൂന്നാം മുറകൾ എത്രയൊക്കെ പ്രയോഗിച്ചാലും രഹസ്യം പറയാത്ത ചിലരുണ്ട്. അതാണ് പ്രൊഫഷണലിൽ അവരുടെ വിജയത്തിൻ്റെ കാരണവും. ധൈര്യപൂർവ്വം ആർക്കും എന്തും പണിയും ഇവരെ ഏൽപ്പിക്കാം. വർഷങ്ങളോളം തടവിൽ കഴിഞ്ഞിട്ടും കുറ്റം സ്വയം ഏറ്റെടുത്ത പലരുടെയും ചിത്രങ്ങൾ കാർലോസിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ആ ജനസിൽപ്പെട്ടയാളാണ് വിൽഫ്രഡ്. കാർലോസ് SI ലത്തീഫിനൊന്ന് നോക്കിയിട്ട് ആൽബർട്ടിൻ്റെ അടുത്തെത്തി. ആൽബർട്ടെ, ഇത്രയും ആളുകൾക്കിടയിൽ വെച്ച് ചോദ്യം ചെയ്താൽ ഇവ സത്യം പറയില്ല. മാത്രമല്ല മറ്റു പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇവൻ്റെ മറുപടികൾ. ആൽബർട്ട് കണ്ണുകൾ ഉയർത്തി ചോദ്യഭാവത്തിൽ കാർലോസിനെ നോക്കി. അയാൾ തുടർന്നു. അതുകൊണ്ട് ഇവനെ ഞങ്ങളുടെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നതാണ് നല്ലത്. ഈ ആളുകൾ ഇവനെ തല്ലിക്കൊല്ലുകയോ മറ്റോ ചെയ്താൽ വാദി പ്രതിയാകും. കാർലോസ് പറയുന്നതിൽ ആൽബർട്ടിന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. സാറിൻ്റെ തീരുമാനം എന്തായാലും അതിനെ ഞാൻ എതിർക്കില്ല. ആൽബർട്ട് തൻ്റെ ആളുകളെ നോക്കി. ഇവനെ കാർലോസ് സാർ കൊണ്ടുപോട്ടെ, എന്നിട്ട് എല്ലാം തെളിയിക്കട്ടെ. സാറിനെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ആളുകൾക്കിടയിൽ നിന്ന് പിറുപിറുക്കലുകൾ ഉയർന്നു. എങ്കിലും ആൽബർട്ടിൻ്റെ വാക്കുകളെ ധിക്കരിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. ഈ നേരത്താണ് കാറിൽ ഇക്ബാൽ മുതലാളി വന്നത്. പട്ടണത്തിൽ പോയിരിക്കുകയായിരുന്ന അദ്ദേഹം മടങ്ങി വരുന്ന വഴിയിലാണ് വിവരം പറഞ്ഞത്. കൊലയാളിയെ കണ്ടെത്തിയതെന്നല്ലാതെ അതാരാണെന്ന് അറിഞ്ഞിരുന്നില്ല. പക്ഷേ കൊലയാളിയെ മുന്നിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. അള്ളാ, ഇവനോ? ഒരിക്കൽ ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നില്ലേ മിസ്റ്റർ ഇക്ബാൽ, നിങ്ങൾക്കിടയിൽ തന്നെ കൊലയാളിയുണ്ടെന്ന്? കാർലോസ് ഓർമ്മിപ്പിച്ചു. ഇക്ബാൽ മുതലാളി തലയാട്ടി. ഇനി എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. ഇവനെ ഞങ്ങളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ വണ്ടി തന്ന് സഹായിക്കണം. തീർച്ചയായും, എല്ലാവരും കയറിക്കോളൂ. ഇക്ബാൽ തൻ്റെ ഡ്രൈവറെ നോക്കി. സാർ പറയുന്നത് എവിടെയാണെങ്കിലും അവിടെ വരെ പോയിട്ടേ മടങ്ങി വരാവൂ. കാർലോസ് ലത്തീഫിൻ്റെ നേരെ തിരിഞ്ഞു. ലത്തീഫേ, സാർ. ആ വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയ ലത്തീഫ് വിൽഫ്രഡിനെ പിടിച്ചുയർത്തി. കാർലോസ് കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. കാറിലേക്ക് കയറാൻ വിൽഫ്രഡ് ആദ്യം വിസമ്മതിച്ചു. അങ്ങോട്ട് കയറടാ റാസ്കൾ. ലത്തീഫ് അയാളെ തള്ളിക്കയറ്റാൻ ഭാവിക്കുകയായിരുന്നു. ജനക്കൂട്ടം കാറിനടുത്തേക്ക് വന്നു. ആ സമയം അവർക്കിടയിൽ നിന്ന് ഒരാൾ കൈ മുണ്ടിനടിയിലേക്ക് കടത്തി. നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ മുണ്ടിനിടയിൽ ഒളിപ്പിച്ചിരുന്ന റിവോൾവർ കയ്യിലെടുത്തു. എല്ലാവരുടെയും ശ്രദ്ധ വിൽഫ്രഡിലായിരുന്നു കൊണ്ട് ആരും അത് കണ്ടില്ല. വളരെ പെട്ടെന്ന് എടാ, ഒരു അലർച്ചയോടെ അജ്ഞാതൻ റിവോൾവർ ചൂണ്ടി. ആ നിമിഷം സകലരെയും നടുക്കിക്കൊണ്ട് ഒരു വെടി പൊട്ടി. നോ! കാർലോസ് റിവോൾവർ വലിച്ചെടുത്ത് ചൂണ്ടി. അപ്പോഴേക്കും അജ്ഞാതൻ ആളുകൾക്കിടയിലേക്ക് താണു. വിൽഫ്രഡിൻ്റെ ഹൃദയം പിളർക്കുന്ന അലർച്ച. വിൽഫ്രഡിൻ്റെ നെറ്റി പിളർന്ന് രക്തം ചീറ്റുന്നു. തുള്ളി വിറച്ച് കാറിൽ മുട്ടിത്തിരിഞ്ഞ് അയാൾ പൂഴിമണ്ണിലേക്ക് മറിഞ്ഞു. ആദ്യത്തെ ആഘാതത്തിൽ നിന്ന് മോചിതനായപ്പോൾ ആളുകളെ വകഞ്ഞുമാറ്റി കാർലോസ് മുന്നോട്ട് കുതിച്ചു. മാറാൻ അലറിക്കൊണ്ട് ആളുകളെ തോക്ക് ചൂണ്ടി അകറ്റി അജ്ഞാതനായ ആ കൊലയാളി കടലിന് നേരെ ഓടി. കാർലോസ് മാത്രമല്ല, ആൽബർട്ടും വേറെ കുറേ പേരും അവൻ്റെ പിന്നാലെ പാഞ്ഞു. മുന്നിൽ കടലായതുകൊണ്ട് അവന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. വളഞ്ഞു പിടിക്കണം, ആൽബർട്ട് വിളിച്ചു പറഞ്ഞു. ആളുകൾ അയാളെ വളഞ്ഞ് ഓടുകയാണ്. അതിശക്തമായ ഒരു തിര കൊലയാളിയെ തടഞ്ഞു നിർത്താൻ എന്ന പോലെ കരയിലേക്ക് അടിച്ചു കയറി. തിര തുമ്പത്ത് നിന്നുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കി. പിന്നെ തിര മുറിച്ച് കടലിലേക്ക് ഒരു ചാട്ടം. 1-2 തിരകൾ കൂടി വന്നു. കാർലോസ് നിറയൊഴിച്ചു. തിര മുറിച്ച് കിടക്കുന്ന വേഗതയ്ക്കിടെ അയാൾക്ക് ആ വെടി കൊണ്ടില്ല. മങ്ങിയ തിരയിലേക്ക് അയാൾ ഊളിയിട്ടു. ഓടിയെത്തിയവർ തീരത്ത് നിന്ന് കിതച്ചു. എല്ലാ കണ്ണുകളും കടലിലായിരുന്നു. അയാളെ കാണുന്നില്ല. അവനെ ഈ കടപ്പുറത്ത് കൊണ്ടുതരും കടലമ്മ. നിങ്ങൾ നോക്കിക്കോ, ചട്ടുകാലൻ കൊച്ചുട്ടി ആരോടൊന്നില്ലാതെ വിളിച്ചു പറഞ്ഞു. നീന്താൻ അറിയില്ലെങ്കിൽ ഇനി അവൻ്റെ ശവം നോക്കിയാൽ മതി. മറ്റൊരാൾ. അതാ അവൻ. അന്തരു കൈ ചൂണ്ടി.
100 മീറ്ററോളം അകലെ അവൻ തലയുയർത്തി. ഒരു തവളയെപ്പോലെ വെള്ളത്തിനു മുകളിൽ കിടക്കുകയാണ് അവൻ. അവിടെ കിടന്നുകൊണ്ട് അവൻ കരയിലേക്ക് നോക്കി. കടലിൽ പരിചയമുള്ളവനാ അവൻ. വിടരുത് ദ്രോഹിയെ, അവർ അച്ഛൻ അരിശത്തോടെ പറഞ്ഞു. എന്തു വേണമെന്നറിയാതെ നിൽക്കുകയാണ് കാർലോസ്. അവന് മാപ്പില്ല. പിറുപിറുത്തുകൊണ്ട് ആൽബർട്ട് കടലിലേക്ക് ചാടി. അയാൾക്കു നേരെ നീന്തി. അത് കണ്ട് മറ്റു ചിലരും കടലിലേക്ക് ചാടി. തൻ്റെ പിറകെ ആളുകളുണ്ടെന്ന് കണ്ടപ്പോൾ കൊലയാളിയും നീന്താൻ തുടങ്ങി. അങ്ങകലെ കൊലയാളിയെ ഒരു കറുത്ത പൊട്ടുപോലെ കണ്ടു. ആൽബർട്ടും മറ്റും പാതി ദൂരമേ പിന്നിട്ടുള്ളൂ. ഇങ്ങനെയെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോകും എന്ന് തന്നെ കാർലോസിന് തോന്നി. അയാൾ ഇക്ബാൽ മുതലാളിക്ക് നേരെ തിരിഞ്ഞു. എൻജിൻ പിടിപ്പിച്ച ഒരു വള്ളം കിട്ടുമോ? എങ്കിൽ ഞാൻ കൂടെ പോകാം. വള്ളം കിട്ടും, പക്ഷെ സാറ് പോകണ്ട. കടലിൽ പരിചയമില്ലാത്തവർ തിരമുറിച്ചു കിടക്കുമ്പോൾ അപകടത്തിൽപ്പെടാനിടയുണ്ട്. ഇക്ബാൽ അന്ത്രുവിൻ്റെയും മറ്റും മുഖത്തേക്ക് നോക്കി. നിങ്ങൾ 4-5 ആൾ വള്ളം ഇറക്കി പോകി. ശരി മുതലാളി. അവർ തെക്ക് ഭാഗത്തേക്ക് ഓടി. അവിടെ വള്ളം കിടപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. കടലിൽ മീൻ പിടിക്കാൻ പോയിരുന്ന ഒരു വള്ളത്തിൻ്റെ മുൻഭാഗം തെളിഞ്ഞു. അത് ചാട്ടുളി പോലെ കൊലയാളിക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് അവർ നോക്കി നിന്നു. ഹോ, ആ വെള്ളത്തിൽ നമ്മുടെ ആളുകളായിരുന്നേലേ, കൊച്ചുകുട്ടി പ്രത്യാശ പ്രകടിപ്പിച്ചു. പിന്നെ നടന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. കരയിൽ നിന്നവരും കടലിൽ നീന്തിക്കൊണ്ടിരുന്നവരും അത് കണ്ടു. ആ കൊലയാളിയുടെ അടുത്ത് വന്ന് വള്ളം വെട്ടിത്തിരിഞ്ഞു. ഒരു നിമിഷം കൊണ്ട് അയാൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഉയർന്നു തൂങ്ങി. അയാളെയും കൊണ്ട് വള്ളം പാഞ്ഞുപോയി. അതിനിടെ അയാൾ വള്ളത്തിലേക്ക് കമിഴ്ന്നു മറിയുന്നതും അവർ കണ്ടു. ഛേ, അവൻ രക്ഷപ്പെട്ടു. വള്ളം ഉൾക്കടലിൽ ഒരു പൊട്ടായി അലിഞ്ഞു മറിഞ്ഞപ്പോൾ അവർ അച്ഛൻ പിറുപിറുത്തു. കാർലോസിന്റെ മുഖത്തു നിന്ന് രക്തമയം വാർന്നു പോയിരുന്നു. വള്ളം ഇറക്കാൻ പോയ അന്ത്രുവും മറ്റും മടങ്ങി വന്നു. ആൽബർട്ടും കൂട്ടരും തിരകൾക്കൊപ്പം തിരിച്ചു നീന്തി. കാർലോസ് വിൽഫ്രഡിന്റെ മൃതദേഹം കിടക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നടന്നു. തലഭാഗം ചോരയിൽ കുതിർന്നിരിക്കുന്നു. ആംബുലൻസിനെ വിളിച്ചു പറഞ്ഞോ? കാർലോസ് SI ലത്തീഫിനോട് തിരക്കി. സർ. ലത്തീഫ് മൊബൈൽ ഫോൺ എടുത്തുകാട്ടി. കനത്ത ഉച്ചാഭംഗത്തിലായിരുന്നു കാർലോസ്. ഭദ്രമായി കയ്യിൽ കിട്ടിയ ഇരയാണ് നഷ്ടമായത്. അവിടെ നിൽക്കുന്ന ആളുകളെ അഭിമുഖീകരിക്കാൻ അയാൾക്ക് പ്രയാസം തോന്നി. ലത്തീഫിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി അയാൾ ലോക്കൽ പോലീസിനും വിവരം നൽകി. നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളുമായി ആൽബർട്ടും മറ്റും മടങ്ങിയെത്തി. കാർലോസിൻ്റെ മനോഗതം തിരിച്ചറിഞ്ഞതുപോലെ അവൻ പറഞ്ഞു. സാറ് പ്രയാസപ്പെടണ്ട. സാറിന് ഈ കേസ് തെളിയിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടും ഉറങ്ങിയും ഞങ്ങൾക്കൊപ്പം കഴിഞ്ഞ കൊലയാളിയെ തിരിച്ചറിഞ്ഞ സാറിന് കേസ് തെളിയിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അതിരിക്കട്ടെ, ഇവനെ വെടിവെച്ചിട്ട് കടലിൽ ചാടിയവനെ നിങ്ങൾ ആരെങ്കിലും മുമ്പ് കണ്ടിട്ടുണ്ടോ? ജനക്കൂട്ടിലേക്ക് നോക്കിയായിരുന്നു കാർലോസിൻ്റെ ചോദ്യം. ഇല്ല സാർ, പക്ഷേ ഇനി അവനെ കണ്ടാൽ തീർച്ചയായും ഞങ്ങൾ തിരിച്ചറിയും. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ കാർലോസ് ആൽബർട്ടിനോട് ചോദിച്ചു. ഈ വിൽഫ്രഡ് എവിടെയായിരുന്നു താമസം? സുഫൈജ സീ ഫുഡ്സിൻ്റെ പിന്നിലെ വരാന്തയിൽ. അവൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത്? അവിടെ ഒരു ചായ്പുണ്ട് സാർ. ഒരു തകരപ്പെട്ടിയിലാണ് അവൻ്റെ സാധനങ്ങളെല്ലാം. എങ്കിൽ നമുക്കുടനെ അവിടേക്ക് പോകണം. SP ലത്തീഫിന് നേരെ തിരിഞ്ഞു. താൻ ഇവിടെ തന്നെ ഉണ്ടാവണം സാർ. കാർലോസും ആൽബർട്ടും ധൃതിയിൽ സുഫൈജ സീ ഫുഡ്സിനടുത്തേക്ക് പോയി. ആൽബർട്ട് വേഷം പോലും മാറിയിരുന്നില്ല. ഓഫീസിന് പിന്നിലെ ചായ്പിൽ അവരെത്തി. പക്ഷേ അകത്തേക്ക് നോക്കി അവരിരുവരും നെറ്റിച്ചുളിച്ചു. അവിടെ ഒരു പലകപ്പുറത്ത് വെച്ചിരുന്ന തകരപ്പെട്ടി തുറന്നു കിടക്കുന്നു. അതിനുള്ളിലെ വസ്ത്രങ്ങളും മറ്റ് വലിച്ചുവാരി പുറത്തിട്ടിരിക്കുന്നു. ആരോ നമ്മുടെ ഈ നീക്കവും മുന്നിൽ കണ്ടു. ഇനി നമുക്കിവിടെ നിന്ന് യാതൊരു തുമ്പും കിട്ടാൻ പോകുന്നില്ല. കാർലോസ് പിന്തിരിഞ്ഞു. അങ്കിൾ ഫ്രെഡി തുടരെ ചുരുട്ടിൻ്റെ പുക വലിച്ചു തുപ്പി. അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു. അതിൻ്റെ കാരണം അറിയാതെ സന്ദേഹത്തോടെ നിൽക്കുകയാണ് തോമസ്. കനത്ത നിശബ്ദത. അതിനിടെ മുറിയിലൂടെ നടക്കുന്ന ഫ്രെഡിയുടെ ചെരുപ്പിൻ്റെയും വടിയുടെയും ശബ്ദം മാത്രം കേൾക്കാം. കുറേ നേരത്തോളം ഈ നടപ്പ് തുടർന്നു. നടപ്പിൻ്റെ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് പ്രശ്നത്തിൻ്റെ ഗൗരവം കൂടുതലാണെന്ന് തോമസിനറിയാം. ഇടയ്ക്ക് ഫ്രെഡി നടപ്പ് നിർത്തി. ഇനി ആ നാവ് ചലിക്കും. തോമസ് കാതു കൂർപ്പിച്ചു. തോമസേ, എന്തോ? വിൽഫ്രഡിൻ്റെ മരണത്തോടെ നമ്മൾ ജയിച്ചെന്നോ പരാജയപ്പെട്ടെന്നോ? രണ്ടിലേതാണ് നീ കരുതുന്നത്? ഉത്തരം പറയുന്നത് സൂക്ഷിച്ചു വേണം. തോമസ് ഒരു മാത്രം ചിന്തിച്ചു. എന്താണ് മിണ്ടാത്തത്? നിന്റെ അണ്ണാക്കിൽ കൊഴുക്കട്ട തിരികെ വച്ചിട്ടുണ്ടോ? നമ്മൾ ജയിക്കുകയില്ല എങ്കിൽ ചെയ്തത്. വിൽഫ്രഡ് എന്തെങ്കിലും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ റൂട്ടിലൂടെ SP കാർലോസ് ഇവിടെ എത്തില്ലായിരുന്നോ? മുഖമടിച്ച് ഒരാട്ടായിരുന്നു അങ്കിൾ ഫ്രെഡിയുടെ മറുപടി. കോവർ കഴുതേ, നിനക്ക് ചിന്തിക്കാനുള്ള കഴിവ് പോലുമില്ലടാ. നമ്മൾ വിൽഫ്രഡിനെ കൊല്ലാൻ ആളെ വിട്ടത് എന്തിനാടാ? കൂടുതൽ തോൽക്കാതിരിക്കാൻ. എന്നാലും നമ്മളിപ്പോൾ തോറ്റിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് തോമസ് ചോദിച്ചില്ല. അയാൾ തന്നെ പറയുമെന്നറിയാം. ഫ്രെഡി വിശദീകരിച്ചു. എടാ, നമ്മൾ നിയോഗിച്ച ആൾ ജോലിയെല്ലാം പൂർത്തിയാക്കിയിരുന്നെങ്കിൽ പന്ത് നമ്മുടെ കോർട്ടിൽ തന്നെ കിടന്നേനെ. ചാണ്ടിക്കുഞ്ഞ്, എൽസമ്മയും ആൻഡ്രൂസും ഒക്കെ നമ്മൾ പറയുന്നത് പോലെ കേട്ടേനെ. പക്ഷേ ഇപ്പോൾ കളി മാറിയില്ലേ? നമ്മുടെ പ്രയത്നവും കുറേയധികം പണവും പാഴായി പോയില്ലേ? വല്ല പ്രയോജനം ഉണ്ടായോ? അതുമില്ല. എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്കിൾ? എന്നെ വഴക്ക് പറയരുത്. മുഖവരില്ലാതെ പറഞ്ഞ തൊലയ്ക്കണ കഴിവേറി അലറുകയായിരുന്നു ഫ്രെഡി. എന്നിട്ടും ഒരു വട്ടം കൂടി ചിന്തിച്ചിട്ടാണ് അയാൾ തിരക്കിയത്. നമുക്ക് മറ്റൊരാളെ കൂടി ഈ ജോലിക്ക് നിയോഗിച്ചാലോ? അതിന് ചാണ്ടിക്കുഞ്ഞ് മറ്റും സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്ത് ചെയ്യാമെങ്കിൽ?
അതിന് മറുപടിയായി ഫ്രെഡി പറഞ്ഞത് കാത് പൊട്ടിപ്പോകുന്ന ഒരു തെറിയാണ്. അതോടെ തോമസിൻ്റെ നാവടഞ്ഞു. ഞാൻ ചിന്തിച്ചിട്ട് ഇനി ഒറ്റ വഴിയേയുള്ളൂ. ചാണ്ടിക്കുഞ്ഞും മറ്റും നമ്മുടെ വഴിയിലെത്തണമെങ്കിൽ അഡ്വക്കേറ്റ് ജനാർദ്ദന പൈ നമ്മുടെ പിടിയിലാകണം. അയാളെ കിട്ടാതെ അവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മൾ അയാളെ പിടിക്കുന്നു. അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു തോമസിന്. പക്ഷേ വേണ്ടെന്ന് വെച്ചു. കോഴിക്കോട് മഹാറാണി ഹോട്ടലിനടുത്തുള്ള ആ കെട്ടിടത്തിൽ ചാണ്ടിക്കുഞ്ഞും സംഘവും കട്ട അഷ്റഫുമായി ഒരു കരാറിൽ ഒപ്പുവയ്ക്കുകയായിരുന്നു. കാര്യങ്ങളെല്ലാം നേടിയെടുക്കുകയും വകവരുത്തേണ്ടവരെ വകവരുത്തുകയും ചെയ്യുന്നതിന് അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച പ്രതിഫലം 75 ലക്ഷം രൂപ. ഇത് വളരെ കുറവാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. എങ്കിലും ഞാൻ ഈ ജോലി ഏറ്റെടുക്കുകയാണ്. ഏറിയാൽ 30 ദിവസം. അതിനുള്ളിൽ കാര്യങ്ങളെല്ലാം ഞാൻ തീർത്തു കഴിഞ്ഞിരിക്കും. എനിക്ക് മറ്റൊരു വ്യവസ്ഥ കൂടി പറയാനുണ്ട്. രണ്ടു കൂട്ടർക്കും പ്രയോജനമുള്ളത്. ആൻഡ്രൂസ് മുന്നോട്ട് ഒന്നുകൂടി ആഞ്ഞിരുന്നു. ബാക്കിയുള്ളവരുടെയും ശ്രദ്ധ അയാളിലേക്കായി. അയാൾ പറഞ്ഞു തുടങ്ങി. 30 ദിവസമെന്ന് മിസ്റ്റർ അഷ്റഫ് പറഞ്ഞല്ലോ. ഏറ്റവും വേഗം പണി തീർത്താൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടി പ്രയോജനമുണ്ടാകും. മനസ്സിലായില്ല? അഷ്റഫ് നെറ്റി ചൊളിച്ചു. പറയാം. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ആൻഡ്രൂസ് തുടർന്നു. അഷ്റഫ് ഇപ്പോൾ 5 ദിവസം കൊണ്ട് ജോലി തീർത്തു എന്നിരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞതിനേക്കാൾ 25 ദിവസം നേരത്തെയാണ് അത്. ആ നിലയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ വകയായി 25 ലക്ഷം രൂപ കൂടി തരും. നിങ്ങൾ 20 ദിവസം കൊണ്ട് ജോലി തീർത്താൽ ബാക്കി 10 ദിവസത്തിൻ്റെതായി 10 ലക്ഷം രൂപ ലഭിക്കും. അതല്ല, നിങ്ങൾ 35 ദിവസം കൊണ്ടാണ് ജോലി പൂർത്തിയാക്കുന്നതെങ്കിൽ 5 ലക്ഷം രൂപ എനിക്ക് തരണം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ 30 ദിവസം കഴിഞ്ഞുള്ള ഓരോ ദിവസവും എനിക്ക് 1 ലക്ഷം രൂപ വീതം തരണം. പണി വേഗത്തിൽ തീർത്താൽ ലാഭം നിങ്ങൾക്കും, വൈകിയാണെങ്കിൽ എനിക്കും. എന്തു പറയുന്നു? അഷ്റഫ് അല്പനേരം ചിന്തിച്ചിരുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം ഈ ആശയം നന്നേ ബോധിച്ചു. വേഗത്തിൽ ജോലി തീർക്കാൻ അഷ്റഫിന് ഒരു പ്രചോദനമാവുകയും ചെയ്യും. ജോൺസൺ പറഞ്ഞു. ആൻഡ്രൂസ് പറഞ്ഞ ഐഡിയ കൊള്ളാം. അഷ്റഫ് എന്ത് തീരുമാനിച്ചു? സമ്മതിച്ചിരിക്കുന്നു. അയാൾ പുഞ്ചിരിച്ചു. ആ വ്യവസ്ഥ കൂടി കരാറിൽ എഴുതി ചേർക്കപ്പെട്ടു. അതിൻ്റെ സന്തോഷത്തിനായി ജോൺസൺ ഒരു അലമാര തുറന്ന് ഒരു കുപ്പി റമ്മെടുത്ത് മേശപ്പുറത്ത് വെച്ചു. അവർ മദ്യപാനം തുടങ്ങി. വിൽഫ്രഡിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചു. അയാളുടെ ബന്ധുക്കളെക്കുറിച്ച് ആർക്കും കൂടുതൽ വിവരമൊന്നും അറിയാത്തതിനാൽ ടിവിയിലൂടെയും പത്രങ്ങളുടെയും സംഭവത്തിന് നല്ല കവറേജ് നൽകുവാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചു. കുറച്ച് ദിവസം കാത്തിട്ടും ആരും വിൽഫ്രഡിൻ്റെ മൃതദേഹം അന്വേഷിച്ച് വന്നില്ലെങ്കിൽ അനന്തര നടപടിയെക്കുറിച്ച് ആലോചിക്കാമെന്നും തീരുമാനിച്ചു. എവിടെ നിന്നെങ്കിലും വൈക്കോൽ തുരുമ്പ് പോലെ ഒരു തെളിവ് കിട്ടും എന്ന് തന്നെയായിരുന്നു കാർലോസിൻ്റെ വിശ്വാസം. പക്ഷേ അടുത്ത ദിവസം രാവിലെ ഒരു ഫോൺ കോൾ കാർലോസിനെ തേടിയെത്തി. വാർത്ത കേട്ട് ക്രൈംബ്രാഞ്ച് SP അല്പനേരം സ്തബ്ധനായി ഇരുന്നു പോയി. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന വിൽഫ്രഡിൻ്റെ ശവശരീരം കാണാനില്ല. അരമണിക്കൂറിനുള്ളിൽ കാർലോസ് മോർച്ചറിയിലെത്തി. പോലീസും ഹോസ്പിറ്റൽ ജീവനക്കാരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പുറത്താരും സംഭവം അറിഞ്ഞിട്ടില്ല. ഹോസ്പിറ്റൽ ജീവനക്കാരോടും പോലീസുകാരോടും കാർലോസ് സംസാരിച്ചു. വാതിൽ തകർത്തതിന് ശേഷം ഉള്ളിൽ കിടന്നാണ് ശവം എടുത്തിരിക്കുന്നത്. മോർച്ചറിക്ക് കാവൽക്കാരനില്ലായിരുന്നോ? ഉണ്ട്. അയാൾ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടത്. കാർലോസ് അമർത്തി ഒന്ന് മൂളി. വിൽഫ്രഡിൻ്റെ ശവശരീരത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? തട്ടിക്കൊണ്ടുപോകാൻ മാത്രം. അതുമാത്രം കാർലോസിന് പിടികിട്ടിയില്ല. 1-2 ദിവസങ്ങൾ പിന്നിട്ടു. ആകെ മൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു തുറയും പരിസരവും. കൊലയാളി തങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന യാഥാർത്ഥ്യം അവർക്ക് അപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ മുന്നിൽ വച്ച് തന്നെ അയാൾ ദയനീയമായി വധിക്കപ്പെട്ടതിൻ്റെ ഞെട്ടലിൽ നിന്നും അവർ ഇതുവരെയും മുക്തരായില്ല. ഗ്രേസിയുടെ മാനസിക നില ആകെ താളം തെറ്റിയ തരത്തിലാണ്. ചിലപ്പോൾ കടലിലേക്ക് നോക്കി തെങ്ങും ചാരി വെറുതെ അങ്ങനെ നിൽക്കും. ചില അവസരങ്ങളിൽ ഭയന്നു വിറച്ച് മുറിയിൽ കയറി കതകടച്ചിരിക്കും. ഇതിൻ്റെയെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നത് മോളിക്കുട്ടിക്കാണ്. അമ്മച്ചി വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. തന്നോട് ഒന്നും മിണ്ടുക പോലും ചെയ്യുന്നില്ല. വാസ്തവത്തിൽ ഗ്രേസിയുടെ ഉള്ളിൽ നടുക്കവും കുറ്റബോധവുമായിരുന്നു. മകനെ കൊലപ്പെടുത്തിയവന് വേണ്ടി തന്നെയാണ് താൻ എല്ലാം അർപ്പിക്കാൻ ശ്രമിച്ചത്. തൻ്റെ ശരീരത്തിന് മീതെയാണ് അയാൾ പണം വിരിച്ചാടിയത്. ദുഷ്ടൻ. അവൻ വച്ചു നീട്ടിയത് തൻ്റെ മോനെ കൊന്നതിന് കിട്ടിയ കൂലിയുടെ വിഹിതമായിരുന്നു. ഒന്നും താൻ അറിഞ്ഞില്ല. ചെയ്തു പോയത് തെറ്റാണെന്ന് ഓർമ്മപ്പെടുത്താനെത്തിയ ആൽബർട്ടിനെയും താൻ ഇവിടെ നിന്ന് ആട്ടിയിറക്കി. ഉമി പോലെ കുറേശ്ശിയായി നീറുകയായിരുന്നു ഗ്രേസി. മോളിക്കുട്ടി എന്നൊരു മകൾ ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴേ കടലമ്മയ്ക്ക് തൻ്റെ ജീവൻ നൽകിയേനെ ഗ്രേസി ഓർത്തു. ആൽബർട്ടിനെ ഒന്ന് കാണണമെന്നും മാപ്പ് പറയണമെന്നും ഇടയ്ക്ക് അവർ തീരുമാനിച്ചിരുന്നെങ്കിലും മനസ്സിൻ്റെ പതർച്ച കാരണം തീരുമാനം ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരുന്നു. ആൽബർട്ടിൻ്റെ കുടുംബത്തിനേറ്റ ആഘാതവും മാറിയിരുന്നില്ല. പരസ്പരം സംസാരമില്ല. സമയത്തിന് ആഹാരം കഴിക്കാറില്ല. ഉറക്കമില്ല. പ്രിൻസ് അവിടെയുള്ളത് കൊണ്ട് മാത്രമാണ് ആരെങ്കിലും എന്തെങ്കിലും കഴിക്കുന്നത് തന്നെ. തോരാത്ത കണ്ണുകളും ദീർഘനിശ്വാസങ്ങളും പദം പറഞ്ഞുള്ള കരച്ചിലുകളും മാത്രം.
അമ്മാച്ച എന്ന് വിളിച്ചുകൊണ്ട് പ്രിൻസിൻ്റെ ഒപ്പം മോസസ് വരുന്നതും തൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും തൻ്റെ ശരീരത്തോട് ചേർന്ന് കിടന്നുറങ്ങുന്നതൊന്നും ആൽബർട്ടിന് മറക്കാൻ കഴിയുന്നില്ല. ഓർമ്മകൾ അവൻ്റെ ഹൃദയത്തെ കൊത്തി കീറുകയായിരുന്നു. ഇടയ്ക്ക് മാർത്ത വരും. പ്രിൻസിനെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കഴിപ്പിക്കുന്നതുമൊക്കെ ഇപ്പോൾ അവളാണ്. മാത്രമല്ല ആ വീട്ടിലേക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്യുന്നതും ഓരോരുത്തരെയും നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് പോലും അവളാണ്. തികഞ്ഞ പക്വതയുള്ള ഒരാളെ പോലെയായിരുന്നു അവളുടെ പെരുമാറ്റം. എന്താ ആൽബർട്ട് ചായ ഇങ്ങനെ മോസസ് മോൻ്റെ കാര്യം ഓർത്തിട്ട്? ഞങ്ങൾക്ക് ആർക്കും വിഷമില്ലെന്നാണോ വിചാരം? തേങ്ങൽ ഉള്ളിലടക്കുക. കാരണം ഈ തുറക്കാരുടെ മുഴുവൻ ജീവൻ കൊടുത്താലും കർത്താവ് തമ്പുരാൻ മടക്കി വിളിച്ചുകൊണ്ടുപോയ ആളെ തിരിച്ചു തരത്തില്ലല്ലോ. കർത്താവിൻ്റെ വലതുഭാഗത്ത് കാണും നമ്മുടെ മോസസ്, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വേദന മറക്കണം. ജീവിക്കുന്ന പ്രിൻസിന് മോസസിന് കൊടുത്തിരുന്ന സ്നേഹം കൂടി കൊടുക്കണം. അവനെ വളർത്തി വലുതാക്കി നല്ല നിലയിലെത്തിക്കണം. ഈ വീട്ടിലുള്ളവർ സദാ നേരവും ഇങ്ങനെ ഇരുന്നാൽ അതിനാവുമോ? ഒന്നും മനസ്സിലാവാതെ അവൻ അവളെ വീഴ്ച നോക്കി. മാർത്ത തുടർന്നു. എന്നും ദുഃഖിച്ച് കുത്തിയിരിക്കുന്നതിനേക്കാൾ നല്ലത് മോസസ് മോൻ പോയ വഴിയെ നമ്മളും അങ്ങ് ചെല്ലുന്നതല്ലേ? ആൽബർട്ട് നെറ്റിച്ചുളിച്ചു. അപ്പുറത്തെ മുറിയിലിരുന്ന് ഇത് കേൾക്കുകയായിരുന്ന റോസയുടെയും ലിസിയുടെയും നെറ്റിയിലും ഉണ്ടായ ചുളിവുകൾ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ആൽബർട്ട് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതിന് മറുപടിയായി അവൾ തൻ്റെ ഉടുപ്പിനിടയിൽ നിന്ന് ഒരു ചെറിയ കുപ്പി പുറത്തെടുത്തു. ഇത് കണ്ടോ, നല്ല ഒന്നാന്തരം വിഷമാ. ഒരു പ്ലേറ്റ് ചോറിൽ ഇത് ഒഴിച്ചു കഴിച്ചാൽ മതി. ഞാനും ഒപ്പം കൂടാം. ഓരോ ഉരുള ചോറ് എല്ലാവർക്കും കഴിക്കാം. നമുക്കെല്ലാവർക്കും കൂടി മോസസിൻ്റെ അടുത്തേക്ക് പോകാം. അവളുടെ ശബ്ദം പതറി. ആൽബർട്ട് ഒന്നും ഞെട്ടിയെങ്കിലും പ്രതികരിച്ചില്ല. വളർന്നു തുടങ്ങിയ താടി രോമത്തിൽ തലോടിക്കൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു. പക്ഷേ അകത്തുനിന്ന് നെഞ്ചു പൊട്ടും പോലെ റോസമ്മയുടെ ശബ്ദമുയർന്നു. മോളെ. അല്ലാതെ പിന്നെ എന്ത് ചെയ്യണം അമ്മച്ചി? അത് പറ. ഈ തുറയുടെ നേതാവ് ഇങ്ങനെ ഇരുന്നാൽ പറ്റുകയില്ല. ആരാണ് നമ്മുടെ മോസസ് മോനെ കൊല്ലിച്ചതെന്നറിയണ്ടേ? ഈ തുറയിലെ മനുഷ്യരുടെ സമാധാനം കെടുത്തിച്ചതെന്ന് ആരാണെന്നറിയണ്ടേ? മരണം വിതപ്പിച്ചത് ആരെന്നറിയണ്ടേ? അറിയണം. അറിഞ്ഞേ തീരൂ. മാർത്തയുടെ കണ്ണുകളിൽ ഒരു കൊമ്പൻ സ്രാവിൻ്റെ ക്രൗര്യം നിറഞ്ഞു. പല്ലുകൾ ഞെരിഞ്ഞമരുകയും മുഖം ചുവന്നു തുറക്കുകയും ചുണ്ടുകൾ വിറയ്ക്കുകയും ചെയ്തു. എന്നിട്ട് അവൾ തുടർന്നു. ആരിത് ചെയ്യിച്ചെങ്കിലും അവനെ ഈ കടപ്പുറത്ത് കൊണ്ടുവരണം. അവൻ്റെ വിധി നടപ്പാക്കുന്നത് ഈ തുറയിലുള്ളവരായിരിക്കണം. മാർത്ത പിന്നെയും പറയുകയായിരുന്നു. പോലീസിനെ മാത്രം ആശ്രയിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആൽബർട്ട് അച്ചായനും നമ്മളെല്ലാം കൂടി ഇതിന് തുനിഞ്ഞിറങ്ങണം. അച്ചായനെ കൊണ്ട് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ചായന് അതിന് കഴിയും. ശക്തിയും ധൈര്യവും വേണ്ടുവോളുണ്ടല്ലോ അച്ചായന്. ആൽബർട്ട് നിവർന്നിരുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ അച്ചായൻ പഴയ ആൽബർട്ടാവണം. ജോലിക്ക് പോകണം. ആ കൊലയാളികളെ തേടിയിറങ്ങണം. അവളുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ ആവേശത്തിൻ്റെ കടൽക്കാറ്റായി ചീറിയടച്ചു. ആൽബർട്ട് എഴുന്നേറ്റു. അവൻ്റെ മുഖവും കണ്ണുകളും കത്തിക്കാളി. അവൻ കൈകൾ വീശിക്കുടഞ്ഞു. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഞൊട്ടകളുണ്ടായി. ശബ്ദം പോലെ അവൻ്റെ ഒച്ച ഉയർന്നു. കർത്താവാണേ സത്യം, ഞാൻ അവനെ കണ്ടുപിടിക്കും. ഈ തുറയിൽ കൊണ്ടുവരും. മാർത്തെ, നീ വിശ്വസിച്ചോളൂ. ഈ നിമിഷം മുതൽ അതിനുള്ളതാണ്. ഈ ജന്മം മുഴുവൻ ഞാൻ അതിനായി മാറ്റിവെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞേ ഇനി ഞാൻ വിശ്രമിക്കൂ. സത്യം. അവൻ്റെ പ്രതിജ്ഞയുടെ ശക്തിയിൽ എന്നവണ്ണം കടൽ തീരത്തെ മീൻ കൊത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം കാക്കകൾ ഇളകിപ്പറന്നു. SP കാർലോസ് ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് SI ലത്തീഫിനെ നോക്കി. ലത്തീഫേ, ഒരു കേസിലും നമുക്കിങ്ങനെ അനിശ്ചിതത്വമുണ്ടായിട്ട് ഇല്ല, ശരിയല്ലേ? സാർ, ലത്തീഫ് എന്തോ പറയാനാഞ്ഞപ്പോഴേക്കും കാർലോസ് തുടർന്നു. ഒരറ്റം കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ മറ്റേ അറ്റം പൊട്ടിപ്പോകുന്നു. വിൽഫ്രഡിനെ ജീവനോടെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഫയൽ ക്ലോസ് ചെയ്ത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയാനെ. അതെ സാർ, പക്ഷേ കുറ്റവാളികൾക്ക് അധികകാലം മറിഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന് പരിചയസമ്പന്നരായ സാറിനറിയാമല്ലോ. എവിടെയെങ്കിലും ഒരു തുമ്പ് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. കാർലോസ് സിഗരറ്റ് ആഞ്ഞു വെച്ച് പുക വിഴുങ്ങി. അതെ, ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ. ഓഫീസിൻ്റെ 4ാം നിലയിലിരുന്നാൽ കൊച്ചി നഗരത്തിൻ്റെ മാറുപിളർന്ന് പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ നീണ്ട നിര കാണാം. കാർലോസ് എഴുന്നേറ്റ് ജനാലക്കരികിൽ പോയി നിന്നു. അകലെ കായലിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകളെയും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകളെയും അദ്ദേഹം വെറുതെ നോക്കി നിന്നു. അങ്കിൾ ഫ്രെഡിയും അസ്വസ്ഥനായിരുന്നു. ഈ പ്രശ്നത്തിൽ തങ്ങൾ നേരിട്ട് ഇടപെടുകയാണെന്നും അങ്കിൾ ഇനി വെറുതെ കാഴ്ചക്കാരനായി ഇരുന്നാൽ മതിയെന്നും കോഴിക്കോട്ട് നിന്ന് ചാണ്ടിക്കുഞ്ഞ് വിളിച്ചു പറഞ്ഞു. കാഴ്ചക്കാരനായിട്ടിരിക്കാൻ അവൻ്റെ അപ്പനെ നോക്കിയാൽ മതി. എനിക്ക് മനസ്സില്ല. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ആരോടൊന്നില്ലാതെ അലറുകയായിരുന്നു ഫ്രെഡി. തോമസ് വെറും കാഴ്ചക്കാരനെ പോലെ നിന്നു. ഈ നേരത്തെ എന്തെങ്കിലും പറഞ്ഞാൽ ഒരുപക്ഷെ അങ്കിൾ മറുപടി പറയുന്നത് റിവോൾവർ കൊണ്ടായിരിക്കും. അത് അയാൾക്കറിയാം. മൗനമാണ് ബുദ്ധി. പിന്നെയും അങ്കിൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ആരാണെന്നാ ആ നായൻ്റെ മക്കൾ വിചാരിക്കുന്നത്? അവന്മാരുടെ വേലക്കാരനോ? അതിന് വേറെ ആളിനെ നോക്കണം. പ്രായം ഇത്രയും ആയതുകൊണ്ട് എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് അവന്മാർ കരുതുന്നുണ്ടാവും. പക്ഷേ ഞാനൊന്ന് പിടിമുറുക്കിയാലുണ്ടല്ലോ, അവൻ്റെയൊന്നും പൊടി പോലും കാണില്ല. എന്നെക്കൊണ്ട് അത് ചെയ്യിച്ചേ അവന്മാർ അടങ്ങുകയുള്ളൂ.
ഇത്തവണ തോമസിന് നേരെ നോക്കിക്കൊണ്ടായിരുന്നു ചോദ്യം. അയാൾ വിയർത്ത് പോയി. എന്ത് മറുപടി പറയും? എന്താടാ നിരുന്ന് ആവിറങ്ങിപ്പോയോ? അങ്കിൾ ഞാൻ അല്ലെങ്കിൽ നിന്നെയൊക്കെ കൊണ്ട് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. തോമസിൻ്റെ മുഖം താണു. തറ ചവിട്ടി കുലുക്കിക്കൊണ്ട് അങ്കിൾ പുറത്തേക്ക് പോയി. തോമസും സാവധാനം പിന്നാലെ ചെന്നു. അപ്പോഴേക്കും അങ്കിൾ ഡോർ തുറന്ന് കാറിനുള്ളിലേക്ക് കയറി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാനാണ് ഭാവം. കുറേ കാലമായി അദ്ദേഹം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ടില്ലെന്ന് തോമസ് ഓർത്തു. ഒരു നിഴൽ പോലെ തന്നെയും ഒപ്പം കൂട്ടുമായിരുന്നു. എന്നിട്ടിപ്പോൾ കാറിനടുത്തേക്ക് തോമസ് വേഗത്തിൽ ചെന്നെങ്കിലും അതിനു മുമ്പ് തന്നെ കാർ ഒരു ബുള്ളറ്റ് പോലെ ചീറിപ്പാഞ്ഞു കഴിഞ്ഞിരുന്നു. ഗേറ്റ് കടന്ന് കാർ തിരക്കേറിയ റോഡിൽ അലിഞ്ഞു ചേരുന്നതുവരെ തോമസ് നോക്കി നിന്നു. അങ്കിൾ ഫ്രെഡിയുടെ ആ യാത്ര അവസാനിച്ചത് മട്ടാഞ്ചേരിയിലായിരുന്നു. കാറിലിരുന്നു കൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ വിവരമറിയിച്ചതനുസരിച്ച് ചിലർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അയാളെ ഒരു കുടിലിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബസ്സിൻ്റെ പഴയ സീറ്റിളക്കിയത് നാലഞ്ചെണ്ണം അവിടെയായി പിടിപ്പിച്ചിരുന്നു. അതാണ് അവിടുത്തെ കസേരകൾ. പലകയടിച്ച ഭിത്തിയിൽ ചില വർക്ക്ഷോപ്പുകളിലേതുപോലെ വാഹനങ്ങളുടെ സാധനങ്ങൾ ആണിയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സൈക്കിൾ ചെയിൻ, വടിവാൾ തുടങ്ങിയ ആയുധങ്ങളും അയാൾ കണ്ടു. പിള്ളേർ 5 പേരും അങ്കിൾ എന്തു പറയുന്നത് എന്നറിയാൻ കാതുകൂർപ്പിച്ച് നിൽക്കുകയാണ്. അയാളൊരു ചുരുട്ടെടുത്ത് ചുണ്ടിൽ വെച്ച് തീ പിടിപ്പിച്ചു. വിൽഫ്രഡിനെ തീർത്തതുകൊണ്ട് ജോലി അവസാനിച്ചില്ല, തുടങ്ങിയതേയുള്ളൂ. ഇനി അങ്ങോട്ട് മരണക്കളികൾ തന്നെ വേണ്ടി വന്നേക്കും. നമുക്കെതിരെ കളിക്കാൻ പോകുന്നത് കോഴിക്കോട്ട് പാർട്ടിയാണ്. അതുകൊണ്ട് ഇവിടെ വേഗതയ്ക്കാണ് പ്രാധാന്യം. പിള്ളേരുടെ നേതാവ് ഒരു ചൂയിങ്കം വായിലിട്ടുകൊണ്ട് മുടികളിലേക്ക് വിരൽ കടത്തി ഒന്ന് തടവി. അപ്പോൾ പോലും അവൻ്റെ കരുത്തുറ്റ പേശികൾ ഇളകിക്കളിച്ചു. അങ്കിൾ പറഞ്ഞോ, ഞങ്ങളത് ചെയ്തിരിക്കും. തുറയിലേക്ക് പോകണോ? ആൽബർട്ടിനെയും കുടുംബത്തെയും പച്ചയ്ക്ക് വെട്ടി അരിയണോ? എന്തിനും തയ്യാർ. ഫ്രെഡി കൈയുയർത്തി വിലക്കി. പാടില്ല. അങ്ങനെ ചെയ്താൽ അതോടെ നമ്മുടെ പദ്ധതികളാകെ തകിടം മറിയും. അയാളൊരു കവിൾ പുക കൂടി വിഴുങ്ങി. ഇന്ന് രാത്രി എനിക്ക് അവനെ കിട്ടണം. അഡ്വക്കേറ്റ് ജനാർദ്ദന പയ്യെ. അവൻ നമ്മുടെ പിടിയിലായാൽ കോഴിക്കോട് പാർട്ടിക്കാരോട് കാല് നക്കാൻ പറഞ്ഞാൽ അതും ചെയ്യും. പിള്ളേർ പരസ്പരം നോക്കി. അത് ഫ്രെഡി കണ്ടു. അയാൾ എവിടെയെന്നോർത്ത് നമ്മൾ തലപ്പുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. വരും നമ്മുടെ മുന്നിൽ. ഒരു ദിവസം ഗിരിനഗറിലെ അവൻ്റെ വീട്ടിൽ പോയത് ഓർമ്മയില്ലേ? ഇന്ന് അവസാനമായി ഒന്നുകൂടി പോകണം. അയാൾ എവിടെയുണ്ടെന്ന് ഭാര്യ പറഞ്ഞു തരും. അല്ലെങ്കിൽ അവരെ നിർബന്ധിക്കരുത്. പകരം മകളെ ഇങ്ങ് കൊണ്ടുവരണം. എന്താ? അവർ തലകുലുക്കി. അങ്കിളൊന്ന് വിശ്രമിക്കുക. ബോഡി മസാജ് നടത്തിയിട്ട് കാലം കുറേ ആയല്ലോ. മനസ്സും ശരീരവും ഒന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും ഞങ്ങൾ മടങ്ങിയെത്തും. എലിസബത്ത് സ്ഥലത്തുണ്ടോ? അങ്കിളുടെ കണ്ണുകൾ തിളങ്ങി. ഉണ്ട്, കൂടെ നല്ല നെയ്മീനും. എന്താ? ഓക്കെ. പിള്ളേരിലൊരാൾ പലക ഭിത്തിയിൽ പതുക്കെ തട്ടി. ഭിത്തിയുടെ ഒരു ഭാഗം അകത്തേക്ക് മാറി. അങ്ങനെ ഒരു വാതിൽ അവിടെയുണ്ടെന്ന് ആർക്കും തോന്നില്ല. അത് വളരെ മനോഹരമായ ഒരു മുറിയായിരുന്നു. തറയിൽ ചുവന്ന പരവതാനി വിരിച്ച് 10,000 വിലമതിക്കുന്ന ഫർണിച്ചറുകളുള്ള അതിമനോഹരമായ മുറി. ഞങ്ങൾ ഇറങ്ങുന്നെങ്കിൽ. പിള്ളേർ പുറത്തിറങ്ങി. വാതിൽ പുറത്തുനിന്ന് പൂട്ടി. ആ നിമിഷം അകത്തെ വാതിൽക്കൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. ബ്യൂട്ടി പാർലറിൽ നിന്ന് അപ്പോൾ ഇറങ്ങി വന്നതുപോലെ ഒരു 35കാരി. ഒരു വട്ടം നോക്കുന്നവർ ഒന്നുകൂടി നോക്കിപ്പോകുന്ന ഭാവം. തിളക്കമുള്ള കണ്ണുകളും ചോര ഇറ്റുവീഴുന്നത് പോലെയുള്ള ചുണ്ടുകളും കാമം കത്തി നിൽക്കുന്ന ശരീരക്കൊഴുപ്പ്. അങ്കിൾ കണ്ണടക്കിടയിലൂടെ അവളെ അടിമുടിയൊന്ന് ഒഴിഞ്ഞു നോക്കി. കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ ഇവൾ ചെറുപ്പമായതുപോലെ. ഇറുകിപ്പിടിച്ച ടോപ്പും മിഡിയും അതിന് അവളെ സഹായിക്കുന്നുമുണ്ട്. ഗൂഢമായൊരു മന്ദഹാസത്തോടെ അവൾ അയാൾക്ക് മുന്നിൽ വന്നു. അവളിൽ നിന്ന് ഉന്മത്തമായൊരു ഗന്ധം പ്രവഹിക്കുന്നത് പോലെ അങ്കിളിന് തോന്നി. അയാൾ നാവ് നീട്ടി ചുണ്ടു നനച്ചു. എലിസബത്ത്. അവൾ അയാളുടെ കയ്യിൽ നിന്ന് ചുരുട്ട് വാങ്ങി തറയിലിട്ട് ചവിട്ടി ഞെരിച്ചു. എന്താങ്കിൽ ഈ പാവപ്പെട്ടവളൊക്കെ അങ്ങ് മറന്നുപോയോ? എലിസബത്തിൻ്റെ വാക്കുകളിൽ പരിഭവം. ഫ്രെഡി ഉമിനീർ വിഴുങ്ങി. എപ്പോഴും ഇങ്ങോട്ട് ഓടിപ്പോരാവുന്ന അവസ്ഥയിലല്ല ഞാനെന്ന് നിനക്കറിയാമല്ലോ. അവൾ കൊഞ്ചി. ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടില്ലേ? നല്ല കഥയായി. അവിടെ തോമസ് ഇല്ലേ? മാത്രമല്ല മറ്റു പലരും അവിടെ വന്ന് പോകാറുണ്ട്. ഇത്രയും പ്രായമുള്ള ഞാൻ ഇപ്പോഴും ഇങ്ങനെയൊക്കെയാണെന്ന്. അത് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവൾ ഫ്രെഡിയുടെ വായ്പൊത്തി. പ്രായം സർട്ടിഫിക്കറ്റിലല്ലേ? പ്രവൃത്തിയിൽ അങ്ങനെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഫ്രെഡിയുടെ കണ്ണുകളിൽ കുറേ മുമ്പ് വരെ കത്തി നിന്നിരുന്ന ക്രൗര്യം പൂർണ്ണമായും മാഞ്ഞു കഴിഞ്ഞിരുന്നു. അവിടെ ഒരു യുവാവിൻ്റെ ആവേശവും സന്തോഷവും നിറഞ്ഞു. വാ. അവൾ അയാളെ കൈപ്പിടിച്ച് ഉയർത്തി. അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ അയാൾ അവൾക്ക് പിന്നാലെ ചെന്നു. അകത്തെ പതുപതുത്ത കസേരകളിലൊന്നിൽ അവൾ അയാളെ ഇരുത്തി. അപ്പോൾ അകത്തുനിന്ന് ബിയറും ബ്രാൻഡിയും മിക്സ് ചെയ്തുകൊണ്ട് മറ്റൊരുവൾ അവിടേക്കെത്തി. ഇത് കഴിക്കുമെങ്കിൽ. അയാൾ വിടർന്ന കണ്ണുകൾ കൊണ്ട് അവളെ ഒന്ന് നോക്കി. ഗ്ലാസ് വാങ്ങി. പിന്നെ ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. സിനിമ താരത്തെ പോലെ സുന്ദരിയായിരുന്നു അവൾ. എന്താ നിന്റെ പേര്? ലൈസ. അവൾ കൊഞ്ചലോടെ പറഞ്ഞു. ഇവൾ പുതിയ ഇറക്കുമതിയാണ് അല്ലേ? ലൈസയെ ഒന്നുകൂടി ചേർത്ത് പിടിക്കുകയും ഒരു കവിൾ മദ്യം മുത്തി കുടിക്കുകയും ചെയ്തിട്ട് അങ്കിൾ എലിസബത്തിനോട് തിരക്കി. എലിസബത്ത് തലയാട്ടി. എങ്ങനെയുണ്ട്?
അങ്കിൾ ഫ്രെഡി അവളെ അടിമുടി ഒന്ന് നോക്കിയിട്ട് മദ്യം ഊറ്റിക്കുടിച്ച് ഗ്ലാസ് എലിസബത്തിനെ ഏൽപ്പിച്ചു. നാളികേരത്തിൻ്റെ വിളവും രുചിയും അറിയുന്നത് പുറം കണ്ടിട്ടല്ല. ആ വാക്കുകളിലെ ഗൂഢാർത്ഥം തിരിച്ചറിഞ്ഞ് ലൈസ ഇളകിച്ചിരിച്ചു. എലിസബത്ത് അടുത്ത പെഗ് നിറയ്ക്കാൻ പോയപ്പോഴേക്കും ഫ്രെഡി ലൈസയെ പിടിച്ച് തൻ്റെ അരികിലിരുത്തുകയും ചില കുസൃതികൾ കാണിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. നമുക്ക് അപ്പുറത്തെ മുറിയിലേക്ക് പോകാം, അവൾ കൊഞ്ചി. ഓക്കെ. അവൾക്ക് പിന്നാലെ അയാൾ തൊട്ടടുത്ത മുറിയിലെത്തി. അതൊരു കിടപ്പുമുറിയായിരുന്നു. കിടക്കയിലേക്ക് അവളെ തള്ളിയിട്ടുകൊണ്ട് പ്രായം മറന്ന് ഫ്രെഡിയും വീണു. രണ്ട് കാട്ടുപൂച്ചകളെപ്പോലെ അവർ കെട്ടിമറിഞ്ഞു. ലൈസയുടെ ഉടയാടകൾ അഴിഞ്ഞു വീണു. താൻ കരുതിയതിനേക്കാൾ മിടുക്കിയാണ് അവളെന്ന് ഓരോ നിമിഷം കഴിയുന്തോറും ഫ്രെഡിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരുന്നു. വെണ്ണക്കല്ലിൽ തീർത്തതുപോലെയുള്ള അവളുടെ അങ്കലാവണ്യം അയാൾക്കു മീതെ പുളഞ്ഞു. ജീവിതത്തിലൊരിക്കൽ പോലും താൻ ഇത്രയും നിർവൃത്തിയിൽ ആറാടിയിട്ടില്ലെന്ന് ഫ്രെഡി തിരിച്ചറിഞ്ഞു. കഴിച്ച മദ്യത്തേക്കാൾ വീര്യമുണ്ടായിരുന്നു അവൾക്ക്. താൻ പ്രായം മറന്ന് ഒരു യുവാവാവുകയാണെന്ന് അയാൾക്ക് തോന്നി. ഈ നേരത്ത് ഗിരിനഗറിൽ അഡ്വക്കേറ്റ് ജനാർദ്ദന പൈയുടെ വീടിനു മുന്നിൽ എത്തിയിരുന്നു മട്ടാഞ്ചേരിയിലെ പിള്ളർ. കാർ നിർത്തി ചാടിയിറങ്ങിയ അവർ പരിസര വീക്ഷണം നടത്തി. മിക്ക വീടുകളിലും ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നു. റോഡിലൂടെ ഇടയ്ക്കിടെ പോകുന്ന വാഹനങ്ങൾ, ഇടയ്ക്ക് ചില കാൽനടക്കാരും. നേതാവ് ഗേറ്റ് പരിശോധിച്ചു. അത് അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഗേറ്റ് ചാടികിടക്കാൻ അവൻ ഒപ്പമുണ്ടായിരുന്നവർക്ക് നിർദ്ദേശം നൽകി. റോഡിൽ മറ്റാരുമില്ലാതിരുന്ന നേരത്ത് അവർ 5 പേരും ഗേറ്റിന് അപ്പുറമെത്തി. ജനാർദ്ദന പൈയുടെ വീടിനു ഉള്ളിലും വെളിച്ചമുണ്ട്. സ്വീകരണ മുറിയിൽ നിന്ന് ടിവിയുടെ ശബ്ദം വളരെ പതുക്കെ കേൾക്കാം. നിങ്ങളിവിടെ മറഞ്ഞു നിൽക്കണം. മറ്റുള്ളവരെ സിറ്റൗട്ടിനടുത്ത് നിർത്തിയിട്ട് നേതാവ് അടുക്കള ഭാഗത്തേക്ക് പോയി. അവിടെ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. അവൻ പതുക്കെ അകത്തേക്ക് തലനീട്ടി. ഒരു സ്ത്രീയുടെ പിൻഭാഗമാണ് അയാൾ കണ്ടത്. അവൾ ഗ്യാസ് അടുപ്പിൽ എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേലക്കാരിയാണെന്ന് തോന്നി. അവൻ അകത്ത് കടന്ന് ശബ്ദം കേൾപ്പിക്കാതെ അവളുടെ പിന്നിലെത്തി. അല്പം തടിച്ചിട്ടാണെങ്കിലും ഒരു ചന്തമുണ്ടായിരുന്നു അവളുടെ ശരീരത്തിന്. അവൻ പതുക്കെ അവളുടെ തോളിൽ തട്ടി. അവൾ ഞെട്ടിത്തിരിഞ്ഞ് നിലവിളിക്കാനായി വായ തുറന്നതും അവൻ ഒരു കത്തി വലിച്ചെടുത്ത് അവളുടെ നാവിൽ ചേർത്ത് പിടിച്ചു. മിണ്ടരുത്. മിണ്ടിയാൽ ആദ്യം നിര നാക്ക് ഞാൻ അരിഞ്ഞെടുക്കും. പതിഞ്ഞതായിരുന്നെങ്കിലും ആ ശബ്ദത്തിൻ്റെ കാഠിന്യം കല്ലിച്ചതുപോലെയുള്ള അവൻ്റെ മുഖഭാവവും അവളെ നറുക്കം കൊള്ളിച്ചു. അവളുടെ ഉടൽ വിറയ്ക്കുകയാണെന്ന് അവന് ബോധ്യമായി. ഇനി അവൾ ശബ്ദിക്കില്ല. അവൻ കത്തി വലിച്ച് പതുക്കെ താഴേക്ക് നിരക്കി. കനത്ത മാരടങ്ങൾക്കിടയിൽ അതിൻ്റെ അഗ്രം കുത്തി നിന്നു. അവൾ ശ്വാസം കഴിക്കാൻ പോലും ഭയന്നു. ഒന്ന് ശ്വാസം എടുത്താൽ തൻ്റെ മാരടം തുളഞ്ഞ് കത്തിമുന ശരീരത്തിലേക്ക് കയറുമെന്ന് അവൾക്ക് തോന്നി. ഞാൻ ഈ കത്തി ഇടത്തേക്കോ വലത്തേക്കോ തിരിച്ചാൽ എന്താ സംഭവിക്കുമെന്ന് നിനക്കറിയാമല്ലോ. പേടിയോടെ അവൾ തലയാട്ടി. എന്നെ കൊണ്ടത് ചെയ്യിക്കണോ? വേണ്ട. എങ്കിൽ നീ യാതൊന്നും അറിഞ്ഞിട്ടില്ല. ആര് ചോദിച്ചാലും അങ്ങനെയേ പറയാവോ, മനസ്സിലായോ? ഇനി ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായ ഉത്തരം തരണം. എന്താ? ജനാർദ്ദന പൈ ഇപ്പോൾ ഇവിടെയുണ്ടോ? ഇല്ല. കള്ളം പറയരുത്. സത്യമാ പറഞ്ഞത്. ഈ അടുത്ത ദിവസം എങ്ങാനും വന്നിരുന്നോ? ഇന്നലെ വൈകിട്ട് വന്നു. എന്നിട്ട് വെളുപ്പിന് തന്നെ പോയി. അയാൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാമോ? ഇല്ല. ശരി, നിന്റെ ജോലി നടക്കട്ടെ. അപ്പുറത്ത് എന്ത് കേട്ടാലും അങ്ങോട്ട് വന്നേക്കരുത്. ഇല്ല. അവൻ അവളുടെ മാറിടത്തിൽ നിന്ന് കത്തി മാറ്റി. അവൾ ദീർഘമായൊന്ന് നിശ്വസിച്ചു. അവൻ പിൻവാങ്ങി അടുത്ത മുറിയിലേക്ക് നീങ്ങി. അവിടെയും ആരെയും കണ്ടില്ല. ശൈലജയും അരുണയും സിറ്റിംഗ് റൂമിലിരുന്ന് TV കാണുകയായിരുന്നു. അവൻ അവിടേക്ക് ചെന്നു. TV-യിൽ ശ്രദ്ധിച്ചിരുന്ന അവരിരുവരും അവനെ കണ്ടില്ല. ഹലോ, നിങ്ങളിങ്ങനെ മറ്റെല്ലാം മറന്നിരുന്നാൽ വീട്ടിൽ കള്ളൻ കയറിയാൽ പോലും അറിയില്ലല്ലോ. അവൻ്റെ ശബ്ദം കേട്ട് ശൈലജ ഞെട്ടിത്തിരിഞ്ഞു. മുന്നിൽ ഒരു അപരിചിതനെ കണ്ടതും അവൾ നിലവിളിയോടെ ചാടി എഴുന്നേറ്റു. വേണ്ട, ബഹളം വച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കത്തി നീട്ടി പിടിച്ചുകൊണ്ട് അവൻ നടന്നു ചെന്ന് TV-യുടെ വോളിയം കൂട്ടിവെച്ചു. പിന്നെ കൽപ്പിച്ചു, അല്പനിമിഷങ്ങൾ കൂടിയെങ്കിലും ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ 2 പേരും കസേരയിൽ അടങ്ങിയിരിക്കുക. പരസ്പരം ഒന്ന് നോക്കിയിട്ട് അവൻ ഇരുന്നു. അവൻ ചെന്ന് വാതിൽ തുറന്നു കൊടുത്തയുടൻ പുറത്ത് കാത്തു നിന്നിരുന്നവരും അകത്ത് കടന്ന് സ്ത്രീകളെ വളഞ്ഞു. നിങ്ങൾക്കെന്താ വേണ്ടത്? ശൈലജ പേടിയോടെ തിരക്കി. വേണ്ടത് പലതുമുണ്ട്. പക്ഷേ അത് മുഖത്ത് നോക്കി ചോദിച്ചാൽ നിങ്ങൾ തരുമോ? വൃത്തികെട്ട ഒരു ചിരിയോടെ നേതാവ് പറഞ്ഞു. ഛീ. ശൈലജ തലകുനിച്ചു. അരുണ വിഷമവും കോപവും കടിച്ചിറക്കിയിരിക്കുകയായിരുന്നു. നേതാവിൻ്റെ കണ്ണുകൾ അവളെ അടിമുടി ഒഴിഞ്ഞു. അവൾക്ക് ഒത്ത സൗന്ദര്യവും ശരീരമുഴപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ ഒരു തവണ ഇവിടെ വന്നിരുന്നു. അവർക്കെതിരെ കസേരയിലിരിക്കുന്നതിനിടയിൽ നേതാവ് പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവ് ജനാർദ്ദന പയ്യെ തേടിയാണ് അന്നും ഞങ്ങൾ വന്നത്. ഇന്ന് വന്നതും അതിന് തന്നെയാണ്. പക്ഷേ ഇക്കുറി വെറും കൈയോടെ ഞങ്ങൾ മടങ്ങില്ല. ഒന്നുകിൽ പൈ, അല്ലെങ്കിൽ അയാൾ എവിടെയാണെന്നുള്ള കൃത്യമായ വിവരം. ഇതൊന്നുമില്ലെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങളുടെ മകളെ ഞങ്ങൾ കൊണ്ടുപോകും. ഒരു കോഴ്സ് പഠിപ്പിച്ചിട്ട് ഇങ്ങ് തിരിച്ചു വിട്ടേക്കാം. എന്താ? എടാ. അരുണ ചാടി എഴുന്നേറ്റ് അവനെ അടിക്കാൻ ആഞ്ഞു.
പക്ഷേ പിന്നിൽ നിന്ന് ഒരാൾ അവളുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് ഒന്ന് വട്ടം കറക്കി പിടിവിട്ടു. അരുണ തെറിച്ചു ചെന്ന് ഒരു കസേരയിലടിച്ച് അതും മറിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് വീണു. മോളെ, ശൈലജ മകൾക്കടുത്തേക്ക് ഓടാനാഞ്ഞെങ്കിലും നേതാവ് തടഞ്ഞു. ഇരിക്കടിയോടെ, ഇനി നീ അനങ്ങണമെങ്കിൽ ഞാൻ പറയണം. അവൻ കസേര മുന്നോട്ട് വലിച്ചിട്ട് അവൾക്ക് അഭിമുഖമായി ഇരുന്നു. ശൈലജ വല്ലാതെ വിയർത്തുപോയി. തനിക്ക് അഭിമുഖമായി തന്നെ തൊട്ടില്ലെന്ന മട്ടിലിരിക്കുന്ന ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് മദ്യത്തിൻ്റെ മനം മടുപ്പിക്കുന്ന ഗന്ധം അവരുടെ നാസാരന്ധ്രങ്ങളിലേക്ക് തുളച്ചു കയറി. അവർക്ക് ഛർദ്ദിക്കാൻ തോന്നി. എന്തു പറയുന്നു മിസ്സസ് ജനാർദ്ദന പൈ? മകളെ ഞങ്ങൾ കൊണ്ടുപോകണോ, അതോ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പിച്ചു ചീന്തി കാണിക്കണോ? ആ ഒരവസ്ഥ വേണ്ടെങ്കിൽ ജനാർദ്ദന പയ്യെക്കുറിച്ചുള്ള വിവരം പറയാതെ പറ്റില്ല. ശൈലജ ദയനീയമായി അവൻ്റെ മുഖത്തേക്കും പിന്നെ തിരിഞ്ഞ് അരുണയുടെ നേർക്കും നോക്കി. കസേര മറിച്ചുകൊണ്ട് തെറിച്ചു വീണ അരുണ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ശൈലജയുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ മകനാകാനുള്ള പ്രായമേ നിനക്കുള്ളൂ കുഞ്ഞെ. നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നോ? അവനൊന്ന് ചിരിച്ചു, വല്ലാത്തൊരു വഷളം ചിരി. നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് കേൾക്കാനല്ല ഞങ്ങൾ വന്നത്. ഈ വാക്കുകൾക്കൊന്നും ഞങ്ങളെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് വേറെ പണി നോക്ക്. മോനെ, ശൈലജ പിന്നെയും എന്തോ പറയാൻ ഭാവിച്ചെങ്കിലും അവൻ കൈ ഉയർത്തി വിലക്കി. വേണ്ട, ഇനി നിങ്ങൾ മറ്റൊന്നും പറയണ്ട. അരുണ എന്ത് വേണമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുകയാണ്. നേതാവിൻ്റെ ആജ്ഞ കിട്ടിയാലുടൻ അവൾക്കുമേലെ ചാടി വീഴാൻ നോക്കി നിൽക്കുകയാണ് ബാക്കിയുള്ളവർ. നേതാവ് ഒരു അന്ത്യശാസനം പോലെ ശൈലജയോട് പറഞ്ഞു. സമയം വൈകുന്നു, ഇനി കാത്തിരിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. നിങ്ങളുടെ മകളെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. അയ്യോ അരുത് കുഞ്ഞെ. എങ്കിൽ പറയും, പയ്യ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലെന്നറിയാം, എന്നാലും പറയാം. അദ്ദേഹം ഇന്നലെ ഇവിടെ വന്നെന്നുള്ളത് സത്യമാണ്. പക്ഷേ എവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞില്ല. ഒരു പക്ഷേ ഇതുപോലെ ആരെങ്കിലും വന്ന് ഞങ്ങളിൽ നിന്ന് ആ വിവരം അറിയാതിരിക്കാനാവും അദ്ദേഹം അത് പറയാതിരുന്നത്. നല്ലത്. അവൻ തിരിഞ്ഞ് ഒപ്പമുണ്ടായിരുന്നവരെ നോക്കി. ക്യാച്ച് ഹെർ പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് അരുണ അവരുടെ പിടിയിലായി. അവളുടെ കൈകൾ പിന്നോട്ടാക്കി ബന്ധിക്കപ്പെട്ടു. നിലവിളിക്കാൻ ഭാവിച്ചപ്പോഴേക്കും മുഖത്ത് പ്ലാസ്റ്റർ അമർന്നു. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകരുത്. ശൈലജ ചാടി എഴുന്നേറ്റു. പക്ഷേ നേതാവ് അവരെ പിടിച്ചിരുത്തി. അവർ കുതറി, പക്ഷെ ഫലമുണ്ടായില്ല. മൽപ്പിടുത്തത്തിനിടയിൽ അവർ ധരിച്ചിരുന്ന നൈറ്റീൻ്റെ ബട്ടണുകൾ ഇളകി മാറി. അവൻ്റെ കണ്ണുകൾ ആർത്തിയോടെ അവരുടെ മേൽ മാറിൽ തറഞ്ഞു. അവളെ കൊണ്ടുപോയി കാറിലിരുത്ത്, അവൻ ആക്രോശിച്ചു. അനുയായികൾ വളരെ ലാഘവത്തോടെ അവളെ എടുത്തുകൊണ്ടുപോയി. നേതാവ് ശൈലജയെ അമർത്തിപ്പിടിച്ച് വലിച്ചുയർത്തി. വിടടാ, എന്നെ വിടാൻ. അവർ കുതറി പിടഞ്ഞു. അവൻ്റെ കനത്ത കൈത്തലം അവളുടെ കവിളത്ത് ആഞ്ഞു പതിച്ചു. ശൈലജയ്ക്ക് തലക്കറങ്ങി. അവൻ അവരെ അകത്തെ മുറിയിലേക്ക് വലിച്ചയച്ചു. പിന്നെ കിടക്കിലേക്ക് തള്ളി. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നതിന് മുമ്പ് നൈറ്റിയുടെ കുറേ ഭാഗം വലിച്ചു കീറി അവൻ അവരുടെ വായിൽ കുത്തിത്തിരുകി. അനന്തരം കത്തി വലിച്ചെടുത്ത് അവരുടെ കഴുത്തിലേക്ക് ചേർത്തമർത്തി. മിണ്ടിപ്പോകരുത്, കണ്ടിച്ച് കളയുന്നേ. ശൈലജ ശില പോലെ കിടന്നു. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. കത്തിമുന കൊണ്ട് അവൻ അവരുടെ നൈറ്റ് കീറി ഇരുഭാഗത്തേക്ക് നീക്കി. ശൈലജയുടെ ഉടയാത്ത ശരീരം അവനെ ഉന്മത്തനാക്കുന്നുണ്ടായിരുന്നു. തൻ്റെ നെഞ്ചിലൂടെയും അടിവയറ്റിലൂടെയും തണുപ്പ് തെന്നി നീങ്ങുന്നത് ശൈലജ അറിഞ്ഞു. അടിവസ്ത്രങ്ങൾ ചീന്തപ്പെട്ടിരിക്കുന്നു. അവൻ്റെ വിരലുകൾ അവരുടെ നഗ്നമേനിയിൽ ക്രൂരമായി പുളഞ്ഞമർന്നു. ശൈലജ കണ്ണുകൾ ഇറുക്കിയടച്ചു. വാതിലിന് പുറത്തുനിന്ന് വേലക്കാരി ഈ രംഗം വേദനയോടെ കാണുന്നുണ്ടായിരുന്നു. സമയം കടന്നുപോയി. സംതൃപ്തിയോടെ അവൻ കുടഞ്ഞെഴുന്നേറ്റു. ചവിട്ടിക്കുഴച്ച മണ്ണ് പോലെ കിടക്കുകയായിരുന്നു ശൈലജ. കൈ ചൂണ്ടി അവൻ പറഞ്ഞു. ഇനി ഭർത്താവ് വിളിക്കുമ്പോൾ പറയുക നിനക്കുണ്ടായ അനുഭവം. മോൾക്കും ഈ ഗതി വരരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം അങ്കിൾ ഫ്രെഡിയുടെ മുന്നിലെത്താൻ പറയണം. മനസ്സിലായോ? ശൈലജയിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവൻ ഇറങ്ങിപ്പോയി. റോഡിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം. മട്ടാഞ്ചേരി കടപ്പുറത്ത് പൂർണ്ണ സംതൃപ്തിയോടെ ചൂടുവെള്ളത്തിൽ ഒരു കുളിയും കഴിഞ്ഞ് പിള്ളേരെ കാത്തിരിക്കുകയായിരുന്നു അങ്കിൾ ഫ്രെഡി. എലിസബത്തും ലൈസയും അപ്പോഴും അയാൾക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു. ലൈസയെ എത്ര കണ്ടിട്ടും കൊതി തീരാത്ത മട്ടിലായിരുന്നു അയാൾ. എത്ര നുകർന്നാലും അവസാനിക്കാത്ത നിറഞ്ഞ മധുപാത്രമാണ് അവളെന്ന് അയാൾക്ക് തോന്നി. അങ്കിളിന് ലൈസയെ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ? കള്ളച്ചിരിയോടെ എലിസബത്ത് ചോദിച്ചു. സത്യം, അയാൾ സമ്മതിച്ചു. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന ദുഃഖമേ ഉള്ളൂ. ലൈസ മുന്നോട്ട് വന്നു. അങ്കിൾ ഫ്രെഡിയുടെ മുഖം അവൾ കൈക്കുമ്പിളിലെടുത്ത് തൻ്റെ വയറ്റിലേക്ക് ചേർത്ത് വെച്ചു. അങ്കിൾ പിന്നിലൂടെ കൈകൾ ചേർത്ത് അവളെ ചുറ്റിപ്പിടിച്ചു. അടുത്ത ക്ഷണം വാതിലിൽ മുട്ടുകെട്ടു. ലൈസ അകന്നു മാറി. എലിസബത്ത് വാതിൽ തുറന്നു. പിള്ളേരുടെ നേതാവായിരുന്നു മുന്നിൽ. അവൻ അകത്തെത്തി. എന്തായി? അങ്കിൾ കണ്ണട നേരെ വെച്ചു. പയ്യെക്കുറിച്ച് വിവരമൊന്നും കിട്ടിയില്ല. പിന്നെ അയാളുടെ മോളെയും കൊണ്ടുപോന്നു. നന്നായി. എന്നിട്ട് അവളെവിടെ? പിന്നിൽ നിന്ന് ആരോ അരുണയെ മുന്നോട്ട് തള്ളി. അവൾ തെറിച്ച് ഫ്രെഡിയുടെ കാൽക്കൽ വന്നു വീണു. കാൽ കൊണ്ട് അയാൾ അവളുടെ താടി ഉയർത്തി. വായടച്ച് ഒട്ടിച്ചിരിക്കുന്ന പ്ലാസ്റ്ററിന് മീതെ നനഞ്ഞിറങ്ങുന്ന കണ്ണീര്. അവളുടെ ശരീരഭാഷയാണ് അയാൾ നോക്കിയത്. ജനാർദ്ദന പൈ നിന്നെ എനിക്ക് കാഴ്ചവെച്ചോ കുട്ടി? അയാൾ ചിരിച്ചു. അരുണയെയും കൊണ്ട് മട്ടാഞ്ചേരിയിലെ പിള്ളേർ എങ്ങോ മറഞ്ഞു.
കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാനോ നിലവിളിക്കാനോ കഴിയാതെ കിടക്കുകയാണ് അരുണയുടെ അമ്മ ശൈലജ. അവരുടെ മനസ്സും ശരീരവും മരവിച്ചിരിക്കുന്നു. കഴിഞ്ഞുപോയ നിമിഷത്തിലുണ്ടായ നടുക്കത്തിൽ നിന്ന് അവർക്ക് മുക്തയാകാൻ കഴിഞ്ഞില്ല. തൻ്റെ മകനാകാൻ മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ്. വയ്യ, ഓർക്കാൻ കൂടി കഴിയുന്നില്ല. ഈശ്വര, അവരുടെ തേങ്ങലുയർന്നു. ആര് ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് കുടുംബം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ നേരം കഴിഞ്ഞിട്ടും ശൈലജ മുറിയിൽ നിന്ന് പുറത്തു വരാതെയായപ്പോൾ വേലക്കാരി ഒരിക്കൽ കൂടി വാതിൽക്കൽ ചെന്ന് അകത്തേക്ക് എത്തിച്ചു നോക്കി. അതേ കിടപ്പ് തന്നെ. ആരെങ്കിലും വന്ന് കണ്ടാൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾ അകത്തേക്ക് ഓടിക്കയറി. അയ്യോ കൊച്ചമ്മ, എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ശൈലജയുടെ നഗ്ന ശരീരത്തിന് മീതെ ഇട്ടു. ആരെ കൊച്ചമ്മ ഈ പണി ചെയ്തത്? അവൾ ശൈലജയുടെ വായിൽ തിരികിയിരുന്ന തുണി വലിച്ചു നീക്കി. അപ്പോൾ ശൈലജ ഒന്ന് തേങ്ങി. നീ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല കൊച്ചമ്മ. ആരെങ്ങനെ? അതറിയത്തില്ല. അവരെൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി. ഈശ്വര. വേലക്കാരി ശൈലജയെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അപ്പോൾ അവരുടെ നെഞ്ചിൽ നിന്ന് വീണ്ടും ബെഡ്ഷീറ്റ് വഴുതി വീണു. വേലക്കാരി വീണ്ടും അത് പുതപ്പിച്ചു. സാറിനെ വിവരം അറിയിക്കണ്ടേ കൊച്ചമ്മേ? അതിന് അദ്ദേഹത്തിൻ്റെ പുതിയ നമ്പർ അറിയില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്താവുകി, എനിക്കിത്തിരി വിഷം മേടിച്ചോണ്ട് താ കൊച്ചമ്മേ. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആദ്യമായിട്ടാ ഒരു അന്യപുരുഷൻ എന്നെ. വയ്യ, ഓർത്തിട്ട് തന്നെ ചങ്കു പൊട്ടുന്നു. എൻ്റെ കുഞ്ഞിനെയും ഒരുപക്ഷെ ഇപ്പോൾ അവർ. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല കൊച്ചമ്മേ. കൊച്ചമ്മ സങ്കടപ്പെടാതെ. പിന്നെ കൊച്ചമ്മയ്ക്ക് പറ്റിയത് നമ്മൾ രണ്ടുപേരല്ലാതെ വേറെ ആരും അറിയണ്ട. കൊച്ചമ്മയുടെ കുറ്റം കൊണ്ടല്ലോ ഇതെല്ലാം സംഭവിച്ചത്. ശൈലജ മറുപടി പറഞ്ഞില്ല. വേച്ചു പോകുന്ന കാലുകളോടെ പുതച്ചിരുന്ന ബെഡ്ഷീറ്റും താങ്ങി പിടിച്ച് അവർ ബാത്റൂമിലേക്ക് നടന്നു. വളരെ നേരം കഴിഞ്ഞാണ് പുറത്തു വന്നത്. അപ്പോൾ ആ മുഖം കല്ലിച്ചിരുന്നു. ഇന്നുവരെ ദേവകി കാണാത്ത ഭാവമായിരുന്നത്. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ കൊച്ചമ്മേ? അരുണക്കുഞ്ഞിനെ അവരൊന്ന് തിരക്കട്ടെ. അങ്ങനെ ചെയ്താൽ അവളെ പിന്നെ അവർ പുറത്തു കാണിക്കില്ല ദേവകി. പിന്നെ എന്ത് ചെയ്യും? ശൈലജയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. പോകട്ടെ, എല്ലാം നശിക്കട്ടെ. ആർക്കു വേണ്ടിയാണ് അദ്ദേഹം ഈ കുടുംബത്തെ നാശത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഇങ്ങനെ ഒളിവിൽ കഴിയുന്നതെന്ന് ഒന്നറിയണമല്ലോ. അത് നേരാ. സാറെന്തിനാ വേണ്ടാത്ത വയ്യാവേലിയൊക്കെ വലിച്ച് തലയിൽ വയ്ക്കുന്നത്? വേലക്കാരി പിന്താങ്ങ കൂടി ചെയ്തപ്പോൾ ശൈലജയുടെ ദേഷ്യം ഇരട്ടിച്ചു. എന്തോ ചിന്തിച്ചുറച്ച മട്ടിൽ അവർ തൻ്റെ മുറിയിൽ തിരയുവാൻ തുടങ്ങി. ആ നേരത്തെ മട്ടാഞ്ചേരിയിൽ പിള്ളേരുടെ താവളത്തിൽ അങ്കിൾ ഫ്രെഡിയുടെ മുന്നിൽ തൊഴുതു പിടിച്ച് നിൽക്കുകയായിരുന്നു അരുണ. തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ വൃദ്ധൻ്റെ ദയ കൊണ്ടേ കഴിയൂ എന്ന് അവർക്ക് തോന്നിയിരുന്നു. ഞാൻ ആർക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ എന്തിനാ ഇവർ ഇവിടെ കൊണ്ടുവന്നത്? അവരവർ ചെയ്യുന്നതിൻ്റെ ഫലമല്ല നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ തന്തയും തള്ളമൊക്കെ ഓരോന്ന് കാണിച്ചു വയ്ക്കും. അനന്തര തലമുറകളെ കുട്ടി അതിൻ്റെ ഗുണമായാലും ദോഷമായാലും അനുഭവിക്കുന്നത്. ഉദാഹരണത്തിന് നിൻ്റെ കാര്യം തന്നെ. നിനക്കറിയാമല്ലോ, നിൻ്റെ തന്ത ചെയ്തതാ പ്രശ്നം. വല്ലവർക്കും വേണ്ടി അവനെന്തിനാ ആവശ്യമില്ലാതെ ഓരോന്ന് കാണിക്കുന്നത്? അവനിങ്ങ് വരട്ടെ. ആവശ്യമുള്ളത് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിലുള്ളവരെ ഞങ്ങൾ ഒന്ന് നോക്കുക പോലും ചെയ്യില്ല. പക്ഷേ ഇനിയും മറന്നു നിന്ന് കളിക്കാനാണ് അവൻ്റെ പ്ലാനെങ്കിൽ അതിനർത്ഥം ഒന്നേയുള്ളൂ, അയാളുടെ മകളല്ല നീ. സ്വന്തം മകളെ അന്യർക്ക് ഇട്ടുകൊടുക്കാൻ ഒരുമാതിരിയുള്ള തന്തമാരൊന്നും ശ്രമിക്കില്ല. അങ്കിളൊരു കാര്യം ചെയ്യേ, അരുണ പറഞ്ഞു. എന്നെ തിരിച്ചുവിട്ട് ഏത് നിമിഷമോ അച്ഛൻ വീട്ടിൽ വരാം. വന്നാലുടൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ വാങ്ങിത്തരാം. അല്പം ഉച്ചത്തിൽ തന്നെ ചിരിച്ചുപോയി ഫ്രെഡി. മട്ടാഞ്ചേരി പിള്ളേരും എലിസബത്തും ലൈസയുമെല്ലാം അതിൽ പങ്കുചേർന്നു. അങ്ങനെ നീ പറയുന്നത് പോലെ നിൻ്റെ അച്ഛൻ ചെയ്യുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. അച്ഛന് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. കൊള്ളാം. അത് തന്നെയാണ് ഞങ്ങളുടെ തുറുപ്പുചീട്ടും. നിന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം അയാളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞ് അയാൾ ഓടിയെത്തും. മറ്റൊരു കാര്യം, നീ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് അയാൾ ഇങ്ങോട്ട് വരുന്നതല്ലേ? ഇനി നിന്നെ വേണ്ടെന്ന് തന്നെ അയാൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും കാര്യം എളുപ്പമാകുമല്ലോ. അവളെ അടിമുടി കൊതിയോടെ നോക്കിക്കൊണ്ട് ഫ്രെഡി പറഞ്ഞു. അരുണയ്ക്ക് വല്ലായ്മ തോന്നി. അവൾ തല കുനിച്ചു. ഫ്രെഡി എലിസബത്തിന് നേരെ തിരിഞ്ഞു. അങ്കിൾ, അവൾ എന്തോ പറയാൻ ഭാവിക്കുകയായിരുന്നു. അയാൾ നോക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് നിർത്തി. എലിസബത്ത്, ഈ രാത്രി അവസാനിക്കുന്നതുവരെ ഇവളെ ഇവിടെ താമസിപ്പിക്കണം. നാളെ നേരം പുലരുന്നതുവരെ ഇവൾക്ക് ഇങ്ങനെ തന്നെ കഴിയാം. ഇനിയും ഇവളുടെ തന്തയ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആർക്കാണ് വേണ്ടത്? ഫ്രെഡി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഈ ത്രില്ലർ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗം മെട്രോ ബ്ലാസ്റ്റ്.